മനുഷ്യൻ എന്തിനാ ഭാഷ കണ്ടുപിടിച്ചത്? ഈ ഡിജിറ്റൽ മെസ്സേജ് അയക്കാനോ? ഭാഷ ജൈവികമാണ്. കൊന്നപ്പൂവ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പുഷ്പമാണ്. ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാണ്. കുഞ്ഞുണ്ണി മാഷ കവിതയായത്. പണ്ട് പ്രണയം പ്രകടിപ്പിക്കാൻ വേണ്ടി ഐ ലവ് യു എന്നൊന്നും പറയാറില്ല. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിനെ കുറിച്ചിട്ട് ഒരു കടകഥയുണ്ടായിരുന്നു. കണ്ണും കണ്ണും കമ്പിയടിക്കും തപ്പാലാപ്പീസ്. ചൊവ്വാദോഷം കൊണ്ട് എത്രയോ കല്യാണം മുടങ്ങുന്നെന്ന് നിങ്ങൾ ആലോചിച്ചു. ചൊവ്വാദോഷം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ അനുഭവിക്കുന്ന ചൊവ്വാദോഷം നിങ്ങൾക്കറിയാവോ? ഞാൻ ജില്ലാ പഞ്ചായത്തിലെ യോഗത്തിന് പോകുമ്പോൾ ഒരിക്കലും കൃത്യസമയത്ത് എത്തൂല എന്ന്. താഴെ ചൊവ്വ മുതൽ മേലെ ചൊവ്വ വരെ എപ്പം ബ്ലോക്ക് ആയിട്ട്. ഇതിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയുമാണ് ഈ മരണത്തിനെല്ലാം കാരണം. റോഡിന്റെ തറവാട പേടിയാ. റോഡിന്റെ വീതി എത്രയാന്നുള്ള കണക്കില്ല. എന്റെ നടുക്കൂട്ടേ ഞാൻ പോകും, സൈഡാക്കില്ല. നായ്ക്ക് പോലും ബോധമുണ്ട് റോഡിന് എത്ര വീതിയുണ്ട്. ചേട്ടാ, ഈ പള്ളിക്കുന്ന് കണ്ണൂർ കോർപ്പറേഷനിലുള്ളവർ ഗൗരിയും പ്രകാശം പരത്തുന്ന പെൺകുട്ടിയും വായിക്കുന്നില്ല. പിന്നെ എന്തിനാണോ നിങ്ങൾ അക്ഷരം പഠിച്ചത്? പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെ ദിവസം 100 പ്രാവശ്യം ഐ ലവ് യു എന്നയക്കൂ മൊബൈലിൽ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരും ചീത്തയൊന്നും പറയില്ലല്ലോ. എന്നിട്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഐ ലൈക്ക് യു എന്നോ ഐ ലവ് യു എന്നോ ഒരു നേരം പറയലുണ്ടോ? എന്നാൽ താൻ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്ന വീട് കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിന് കാണാൻ ചാൻസ് കൊടുക്കുന്നുണ്ടോ? എന്ത് ന്യായമാണിത്? അവളല്ലേ ആ വീട്ടിൽ താമസിക്കേണ്ടത്? കല്യാണത്തിന് മുമ്പ് ആ വീടൊന്ന് കാണിക്കണ്ടേ അവളെ? സ്ത്രീ ശാക്തീകരണം പറഞ്ഞു നടന്നാൽ മതിയോ? അക്ഷരങ്ങൾ കണ്ടെത്തിയത് വെറുക്കാനും ആക്രമിക്കാനും ആഹ്വാനം ചെയ്യാനുമാണോ? സ്നേഹിക്കാനാണ്, സഹായിക്കാനാണ് ഭാഷയുണ്ടായത്, മനുഷ്യന് ഹൃദയമുണ്ടായത്. അത്തരത്തിലുള്ള സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും വികാസത്തിന്റെയും സൗന്ദര്യബോധത്തിന്റെയും ചിന്തയുടെയും ലോകം വളർത്തിയെടുക്കാൻ ഈ പാതിരിപ്പറമ്പ് റെസിഡൻസ് അസോസിയേഷൻ നിങ്ങൾക്ക് കരുത്ത് തരട്ടെ. പാതിരിപ്പറമ്പ് റെസിഡൻസ് അസോസിയേഷന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നത്. ഈ മഹാമൈതാനത്തിൽ ഇത്രയും മനുഷ്യർ ഇവിടെ ഈ ഒത്തുചേരുന്ന കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ കരുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്കാരം എത്രത്തോളം സമ്പന്നമാണ്. ഔഷധത്തിന്റെയും പ്രകൃതിയുടെയും പേരുള്ളൊരു നാടാണിത് പാതിരിപ്പറമ്പ്. പാതിരിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ദശമൂലങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറുന്തോട്ടി മുതലുള്ള 8 സസ്യങ്ങളുടെ വേരുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കഷായം നമുക്കറിയാം. അതുപോലെ മറ്റൊരു കഷായമാണ് പഞ്ചമൂല കഷായം. ആ പഞ്ചമൂല കഷായത്തിൽ കുമ്പിൾ, കൂവളം, പാതിരി, പലകപ്പയ്യാനി, മുഞ്ഞ ഈ 5 തരം വൃക്ഷങ്ങളുടെ വേര് കൊണ്ടുണ്ടാക്കുന്ന മരുന്നാണ് പഞ്ചമൂല കഷായം. അതിലൊന്നാണ് പാതിരി. പാതിരി എന്ന് പറയുന്ന വൃക്ഷം ഇഷ്ടം പോലെ വളർന്നു വന്ന നാടായിരിക്കാം പാതിരിപ്പറമ്പായത്. ബഹുമാന്യരായ 2 പാതിരിമാർ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആ പാതിരി പാസ്റ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് അതിനെ തൽഭവിച്ചിട്ട് വന്ന വാക്കാണ് പാതിരി എന്ന്. എന്നാൽ നമ്മുടെ ഉപയോഗിക്കുന്ന പാതിരി എന്ന മരത്തിന്റെ പേരില്ല. നമ്മുടെ നാടുകളുടെ പേരുകളെല്ലാം ഒന്നുകിൽ പുഴയും മരവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. പിന്നീട് മനുഷ്യന്റെ അധിനിവേശവും സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് 2ാമത് പേര് സംഘടിപ്പിക്കേണ്ടത്. പിന്നീടാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലനാമങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആദ്യം നമ്മൾ പർവ്വതങ്ങളും പുഴകളും മരങ്ങളും പാറകളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ പേരിൻ്റെ നമ്മുടെ ഈ നാടിൻ്റെ പേര്. മേലെ ചൊവ്വ താഴെ ചൊവ്വ കേരളത്തിൽ മുഴുവൻ ഏറ്റവും പ്രത്യേകതയുള്ളൊരു പേരാണ്. കാരണം എല്ലാവരും ചൊവ്വയെ പോകാൻ ഉപഗ്രഹമൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് ചൊവ്വയിലെത്താം, കണ്ണൂർ പോയാൽ മതി എന്നൊക്കെ തെക്കോട്ടുള്ള വലിയൊരു പേരാണ് ചൊവ്വ. അപ്പൊ അത്തരത്തിൽ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാട്ടിൽ ഇത്രയും മനുഷ്യർ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായി ഒത്തുചേർന്നിരിക്കുന്ന ഒരു മൈതാനത്ത് നമ്മുടെ സംസ്കാരം ഉടലെടുത്തത് വീട്ടിന്റെ അകത്ത് വാതിലടച്ചിരുന്നിട്ട് മൊബൈലും നോക്കിയിരുന്നിട്ടും നാമം ചൊല്ലിയിട്ടുമല്ല. സംസ്കാരം ഉടലെടുത്തത് മൈതാനങ്ങളിലും തെരുവുകളിലും വീട്ടുവരാന്തകളിലും മുറ്റങ്ങളിലും കുട്ടികളും വലിയവരും മനുഷ്യരും എല്ലാം ഉത്സവത്തിലും കല്യാണത്തിലും മരണ വീട്ടിലുമെല്ലാം ഒത്തുചേരുകയും അവിടെ കണ്ട് പരസ്പരം ലോക്യം പറയുകയും ഒരു കാറ്റടിക്കുമ്പോൾ വരിനെല്ല് ഇപ്പുറത്തെ നെല്ലിനോട് വിശേഷം ചോദിക്കുകയും അടുത്ത കാറ്റിൽ അതിപ്പുറത്ത് വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടിട്ട്
വരിനെല്ലിൻ ചുണ്ടിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കാറ്റേവാ എന്ന പാട്ടിൽ കൃത്യമായി പറയുന്നു. അത്തരത്തിൽ വിശേഷം പറയണം. നിങ്ങൾ ഈ ഒരു കർട്ടൻ താഴ്ത്തിയിട്ട് അടുത്ത കർട്ടൻ ഉയരുന്നതിനിടയിൽ ഇങ്ങനെ പൂതക്കുട്ട പോലെ ഇങ്ങനെ ഇരുന്നാൽ പോരെ, അടുത്ത വിശേഷം ചോദിക്കണം. എല്ലടോ സരോജിനി നിന്റെ ചക്കരക്കല്ല് കൊണ്ടുപോയ മോള് വന്നിട്ടൊന്നും ഇല്ലടോ, ഓക്ക് വിശേഷമൊന്നും ആയിട്ടില്ല എന്നെല്ലാം ചോദിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രെയിനിൽ കയറി, ഭയങ്കര തിരക്ക്, സീറ്റില്ല, എന്നാലും എനിക്ക് ഒരാശ്വാസം, കുറേ കോളേജിലെ ഹോസ്റ്റല് ക്രിസ്മസിന്റെ വെക്കേഷന് കൂട്ടിയിട്ട് കുട്ടികളുണ്ട്, എല്ലാം കയറിയിട്ട് ഈ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് അറിയണ്ടേ, അവരുടെ വർത്തമാനമല്ലേ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുക്കിരുന്നു. തലശ്ശേരി എത്തുന്നത് വരെ ഇവരൊന്നും ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. എല്ലാവരും മിംസിലെ ICU കിടക്കും പോലെ വയറും കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക, വയറും കുത്തി ഇരിക്കുക, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. ഗെയിം കളിച്ചിട്ട് അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഗെയിം കളിച്ച് തോറ്റുപോയതിന്റെ സങ്കടത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കേസെടുത്ത് അന്വേഷിക്കുന്ന CI എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എനിക്ക് ആ ചെറുപ്പക്കാരൻ, ആ പയ്യനും ആ വിദ്യാർത്ഥിയും അമ്മയും തമ്മിലുള്ള സംഭാഷണം എനിക്ക് കാണിച്ചു തന്നു. രാത്രിയിൽ അമ്മ വാട്സപ്പിലിട്ടു ചോറായി, അപ്പോൾ മോൻ ഇങ്ങോട്ട് എന്താ കൂട്ടാൻ, അപ്പോൾ അങ്ങോട്ട് ഉച്ചക്കത്തെ സാമ്പാർ, അപ്പോൾ മോൻ എനിക്ക് വേണ്ട, അപ്പോൾ അമ്മ ഉച്ചക്കത്തെ അയില പൊരിച്ചുണ്ട് ചൂടാക്കി വെക്കാം, അപ്പോൾ ഇവൻ മറുപടി ആ ആ, അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ കിടക്കട്ടെ, അവനെന്ന് ആത്മഹത്യ ചെയ്തു. മനുഷ്യൻ എന്തിനാ ഭാഷ കണ്ടുപിടിച്ചത്? ഈ ഡിജിറ്റൽ മെസ്സേജ് അയക്കാനോ? ഭാഷ ജൈവികമാണ്. ഏത് ഡിജിറ്റൽ വന്നാലും എടാ മോനെ ചോറായില്ലടാ, എനിക്ക് തിന്നാനായിട്ടില്ല എന്ന് ചോദിക്കുന്നില്ല. പിന്നെ അമ്മ എന്ത് കൊമ്മയാണ്, എന്നാമേ കൂട്ടാൻ വെച്ചിരുന്ന മോൻ ഇങ്ങോട്ട് ചോദിക്കണ്ടേ? ഇതൊന്നും ഇല്ലാതെ വെറും ഡിജിറ്റൽ കൊണ്ട് www.com MD നടിച്ച മസാല ദോശ കിട്ടുമോ? എന്നാട് നടിച്ച നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നില്ല. മണ്ണിൽ നിന്നും മനുഷ്യൻ അധ്വാനിച്ചാലേ ഭക്ഷണം കിട്ടൂ എന്നറിയണം. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മനോഹരമായ ഒരു കവിത നിങ്ങൾ പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ടാകുമെങ്കിലും ഒന്നുകൂടി പറയാം. ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താണ് ഈ കൊന്നപ്പൂവിനെ പറ്റി പറയാൻ? വൈലോപ്പള്ളി കുറച്ചുകൂടി ഇടതുപക്ഷത്തിൽപ്പെട്ട ഒരാളാണ്. എന്തുകൊണ്ട് ചെമ്പരത്തിപ്പൂവിനെ പറ്റി പറഞ്ഞില്ല? തെച്ചിപ്പൂവിനെ പറ്റി പറഞ്ഞില്ല? എന്തുകൊണ്ട് കൊന്നപ്പൂവിനെ പറ്റി പറഞ്ഞു? അതിൻ്റെ പിറകിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. കൊന്നപ്പൂവ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പുഷ്പമാണ്. മറ്റു പുഷ്പങ്ങളെല്ലാം വസന്തകാലത്തിൽ വിരിഞ്ഞു നിൽക്കുന്നവരാണ്, അനുകൂല സാഹചര്യത്തിൽ വിരിയുന്നതാണ് മറ്റു പുഷ്പങ്ങൾ. കൊന്നപ്പൂക്കൾ വരണ്ടുണങ്ങിയ മണ്ണിന്റെ ഇടയിലൂടെ വേരുകൾ പായിച്ചിട്ട് ആർദ്രതയുടെ കണികകൾ എങ്ങാനുമുണ്ടൊന്ന് അന്വേഷിച്ച് അത് വലിച്ചെടുത്തിട്ട് അതിൽ സ്വർണം ചാലിച്ചു ചേർത്തിട്ട് സുന്ദരമായി പുഞ്ചിരിക്കുന്ന കൊന്നപ്പൂക്കൾ. നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തു. പ്രതിസന്ധി ഘട്ടത്തിലും പുഞ്ചിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു കൊന്നപ്പൂ. എല്ലാം പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് നമുക്ക് പുഞ്ചിരിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം എന്നൊരവസരം ഒരിക്കലും മനുഷ്യന് ലഭ്യമാവില്ല. നൂറുകൂട്ടം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അതൊക്കെ ഉണ്ടെങ്കിലും ജീവിതം രസകരമാക്കണം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. അല്ലാതെ വേദനകൾ പറഞ്ഞെപ്പോഴും കരഞ്ഞിരിക്കാൻ തുടങ്ങിയാൽ മരണം നടന്നിട്ടില്ലാത്ത ഒരു കുടുംബവും ലോകത്തില്ല. ആ മരണത്തിന്റെ പേരിൽ എല്ലാ കാലത്തും കരഞ്ഞാൽ ചിരിക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തുചേർന്നിട്ട് മുന്നോട്ട് പോകാം, മനുഷ്യരാവാം. എങ്ങനെ? രൂപം കൊണ്ടല്ല നമ്മൾ മനുഷ്യരായത്. രൂപം എല്ലാ മൃഗങ്ങളെപ്പോലെ നമുക്കും രൂപം, അസ്ഥിയും മജ്ജയും മാംസവും, രണ്ട് കണ്ണുകളും, മൂക്കിന് രണ്ട് ദ്വാരവും, രണ്ട് കാതുകളും,
ചോരക്ക് നിറം ചുവപ്പുമായിരിക്കുന്ന ഒരു മൃഗം തന്നെയാണ് നമ്മൾ. നമ്മുടെ ഹാർഡ്വെയർ കൊണ്ടല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ കൊണ്ടാണ്. പണ്ട് ഭൂമിയിൽ ഭാഷകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിക്ക് ഭൂമി എന്ന് പേരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഇവിടുത്തെ ഒരു ചരാചരത്തിനും പേരുണ്ടായിരുന്നില്ല. കുരങ്ങന് കുരങ്ങനെന്ന് പേരില്ല, കടലിന് കടലെന്ന് പേരില്ല, കാറ്റിന് കാറ്റെന്ന് പേരില്ലാത്ത കാലത്ത് ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ എന്ന വാക്ക് ജനിക്കും മുമ്പേ കുരങ്ങന്റെയും മനുഷ്യന്റെയും പൂർവികരായിട്ട് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരെ നമ്മൾ ഇന്ന് വിളിക്കുന്നു ഹോമോസോപ്പിയൻസ്. 3 ലക്ഷം വർഷമായി അവര് മൃഗങ്ങളെ പോലെ രാവിലെ എഴുന്നേറ്റ ഒരു ടെൻഷനും ഇല്ല. ഒരു വാട്സപ്പ് നോക്കണ്ട, ഫേസ്ബുക്ക് നോക്കണ്ട, ഇൻസ്റ്റഗ്രാം നോക്കണ്ട, അടിച്ചു വാരണ്ട വീടില്ല, അലക്കണ്ട വസ്ത്രമില്ല, പാത്രം കഴുകണ്ട, ഭക്ഷണം ഉണ്ടാക്കലില്ല, നനക്കണ്ട, കൃഷിയില്ല. രാവിലെ എണീറ്റ് എന്താ തിന്നാൻ കിട്ടുക? നടക്കും. വയറ് നിറഞ്ഞാൽ അവിടെ കിടക്കും. പിറ്റേന്ന് അവിടുന്ന് വീണ്ടും നടക്കും. തിരിച്ചു പോക്കില്ല. റെസിഡൻസ് എന്ന വാക്ക് എങ്ങനെ വന്നു എന്നാണ് ഞാൻ പറയുന്നത്. തിരിച്ചുപോക്കില്ലാതെ നടക്കുന്നതിനിടയിൽ അന്ന് 2 ജാതി ഉണ്ടായിരുന്നു. ഏതാണ് ആ ജാതി? നായരും നമ്പൂതിരിയും ക്രിസ്ത്യനും ബാണിയനും പോലെയും ഒന്നുമല്ല. ആണ് ജാതിയും പെണ്ണ് ജാതിയും ഉണ്ടായിരുന്നു. അത് പക്ഷിമൃഗാദികളിലും സസ്യലതാദികളിലും എല്ലാം ഉണ്ട്. ആൺപൂവും പെൺപൂവും, തീസിസും ആന്റി തീസിസും ഉണ്ടാവുമ്പോഴേ സിന്തസിസ് ഉണ്ടാവും, ഒരു പുതിയതുണ്ടാവും. അങ്ങനെ ആണും പെണ്ണും ഇങ്ങനെ ഭക്ഷണം തേടി പോകുമ്പോൾ ഇടയ്ക്ക് പെണ്ണിന് ആണിന്റെ കൂടെ പോകാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ആണിന്റെ അമ്മ പെണ്ണ്, പെണ്ണിന്റെ അമ്മയും പെണ്ണ്. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാണ്. കുഞ്ഞിന്റെ മാഷ കവിതയായത്. ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ടിരിക്കുമ്പോൾ മരത്തിന്റെ മേലെ ഓടിക്കയറാനും മൃഗങ്ങളുടെ പുറകെ ഓടാനും മണ്ണ് കളച്ച് തിന്നാനും കഴിയില്ല. അങ്ങനെയായിരുന്നല്ലോ ഒന്ന് ഭക്ഷണം കണ്ടെത്തിയത്. എറിഞ്ഞിട്ടിട്ടും കുലുക്കി പറിച്ചിട്ട് തിന്നു. അപ്പോൾ ഈ ഗർഭിണി അല്ലെ കുഞ്ഞിനെയും കൊണ്ട് മടിയിലിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവള് ഗുഹയ്ക്കകത്ത് എവിടെയെങ്കിലും അടങ്ങിയിരിക്കും. ബാക്കി കാട്ടാളന്മാര് നമ്മളിന്ന് വിളിക്കുന്നവരെ, അവര് കാട്ടാളന്മാര് ഭക്ഷണം തേടി പോയിട്ട് ഭക്ഷണം കിട്ടിയാൽ അവര് വയറ് നിറച്ച് കഴിച്ചാൽ ബാക്കിയുള്ളത് ഇവക്ക് കൊണ്ടു കൊടുക്കും. അവളത് തിന്നുമ്പോ അതിന്റെ കുരുവും തൊലിയും അത് പല്ലിന് പിടിക്കുന്നില്ല, രുചിയില്ല. അത് ഗുഹയ്ക്ക് പുറത്തേക്ക് വലിച്ചെറിയും. അന്ന് ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രം ഇല്ലല്ലോ. എല്ലാ വീട്ടിലും ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രമില്ലേ? അതൊന്നും ഇല്ല. അന്ന് വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്തു. ആ മഴയത്ത് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ കുരു കുതിർന്നിട്ട് അതിനകത്ത് നിന്ന് ജയലളിതയുടെയും KM മാണിയുടെയും ചിഹ്നം പൊങ്ങി വന്നു. 2 ഇല പൊങ്ങി വന്നു. ആ 2 ഇല 4 ഇല 8 ഇല 10 ഇലയായപ്പോൾ ആ ഇലയെ തന്നെ അവൾ സൂക്ഷിച്ചു നോക്കുക. അവൾക്കും അന്ന് പകലിന് 12 മണിക്കൂറുണ്ട്. നമുക്കും ഇന്ന് ഒരുപാട് തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഇന്നും 12 മണിക്കൂറേ അലോട്ട്മെന്റ് ഉള്ളൂ. അന്നും 12 മണിക്കൂറാ. ഒരു പണിയില്ല. സമയം തളം കെട്ടി കിടക്കുക. ഇലയെ തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആദ്യത്തെ പ്രസ്ഫുരണം ഉണ്ടായത് അറിവിന്റെ. എന്താണ് ആ അറിവ്? ഏത് വൃക്ഷത്തിൽ നിന്ന്, ഏത് വള്ളിയിൽ നിന്ന്, ഏത് ചെടിയിൽ നിന്നാണ് ഈ പഴം പറിച്ചെടുത്തത്? അതേ വൃക്ഷത്തിന്റെ അതേ വള്ളിയുടെ ഇലയാണ് ഈ കുരുവിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത്. അപ്പൊ എന്താ അറിവ്? കുരുവിൻ്റെ അകത്ത് മരമുണ്ട്, നട്ടമുളക്കും. അപ്പോഴാ മനുഷ്യനുണ്ടായത്. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. മനുഷ്യനായത് വിതയ്ക്കും. വിത്തിനകത്ത് മരമുണ്ടാകും, ചെടിയുണ്ടാകുമെന്ന അറിവ്. ആ അറിവ് കിട്ടിയപ്പോ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? വെളിച്ചം ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടുവരാന്തയിൽ ഒരു ബൾബ് ഇട്ടാൽ ആ ബൾബിനോട് എൻ്റെ വീട്ടിന്റെ മതിലിനപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. വെളിച്ചം അതിനത്ര തീവ്രതയുണ്ടോ അത്രയും ദൂരം വെളിച്ചം പോയിക്കൊണ്ടിരിക്കും. അറിവ് വെളിച്ചമാണ്. ആ വെളിച്ചം വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി, ഇടിമിന്നലിന്റെ പര്യായമാണ് വിദ്യുത്ത്. വെളിച്ചമാണ്. ആ വെളിച്ചം, ഒരു പുതിയ വെളിച്ചം കിട്ടിയ ആരോടൊന്നും പറയണം, ആരെയും അത് അറിയിക്കണം. നമ്മളെന്തൊക്കെ രഹസ്യം അറിഞ്ഞാൽ ആരോടൊന്നും പറഞ്ഞില്ല, നമുക്ക് അസ്വസ്ഥത. രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മോഹൻലാലിന്റെ വീട്ടിൽ നിൽക്കുന്ന പണിയെടുക്കുന്ന ചെക്കൻ ആണല്ല പെണ്ണാണെന്നുള്ള സത്യം ഇന്നസെന്റ് അറിഞ്ഞു. ഇതങ്ങനെ ആരോടൊന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊന്നുകളയുമെന്ന് ആര് പറഞ്ഞു? മോഹൻലാൽ പറഞ്ഞു.
ഇയാൾക്കിത് പറയാൻ പറ്റുന്നില്ല, ഭാര്യയോട് പോലും പറയാൻ പറ്റുന്നില്ല. രാത്രിയിൽ ഈ രഹസ്യം പറയാതിട്ട് കളിക്കുന്ന കളിയുണ്ട് നല്ല മനോഹരമായിട്ട്. അവസാനം കാട്ടിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു, പോലീസുകാർ കണ്ട് വിളിച്ചു പോയി. ഇത് ഇന്നസെന്റിന്റെ കുഴപ്പമല്ല, വെളിച്ചത്തിന്റെ പ്രശ്ന. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലേ സമാധാനവും അല്ലേ? നമുക്കൊരു തെറ്റുപറ്റിയാൽ ആരോടും പറയാം, എനിക്കിങ്ങനെ തെറ്റുപറ്റിയെന്ന് ആരോടും പറയാൻ പറ്റാതിരിക്കുമ്പോൾ അതിന്റെ അസ്വസ്ഥത പരിഹരിക്കാൻ ഏറ്റവും മനോഹരമായ മനഃശാസ്ത്ര കൗൺസിലിംഗ് ആണല്ലോ കുമ്പസാരിക്കല്. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പറ്റിയെന്ന് പറയല്. അതാ അപ്പോ ഈ വെളിച്ചം ഇവിടെ ഉള്ളിൽ ഗുരുവിൻ്റെ അകത്ത് മരമുണ്ടെന്നുള്ള ആശയമുണ്ടായി. ആശയം വാക്കുകളിലല്ല ആദ്യം ഉണ്ടാവുക. ഒരു കുട്ടിക്ക് ജനിച്ച ഉടനെയുള്ള കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്ന വാക്കിലൂടെയല്ലല്ലോ ഉണ്ടാവുക. ആ വാക്കറിയില്ലല്ലോ കുട്ടിക്ക്. എനിക്ക് വിശക്കുന്നു എന്നുള്ള വാക്കില്ലെങ്കിലും കുട്ടിക്ക് വിശപ്പുണ്ടാവും. അതിന് ആ തോന്നലിന് ഭാഷയിൽ പര എന്നാ പറയാ. പര. പിന്നീട് അതെങ്ങനെ പ്രകടിപ്പിക്കണം? അതൊരു വഴി കണ്ടെത്തുന്നു. പശ്യന്തി. വഴി കണ്ടെത്തിയിട്ട് അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ ഒരു മാധ്യമം, ഒരു വഴി കണ്ടെത്തുക, ഒരു ഇട വഴി കാണും. അതാ മാധ്യമം. നാലാമത്തതാണ് നമ്മുടെ കണ്ഠനാളത്തിൽ നിന്ന് സ്വനപേടകത്തിന്റെ വൈബ്രേഷനിലൂടെ ശബ്ദതരംഗങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ ചെവിയിൽ കർണപടത്തിൽ വന്ന് അലയ്ക്കുമ്പോൾ അതിന് വൈഖരി എന്ന് പറയും. ഈ 4 ഘട്ടങ്ങളിൽ നമ്മൾ വർത്താനം പറയുമ്പോൾ കേട്ടോ, നമ്മൾ ഈ പറയുന്ന മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 3 മുങ്ങിക്കിടക്കുന്നുണ്ട്. പര, പശ്യന്തി, മധ്യമ, വൈഖരി. അപ്പോ ഈ ഗുരുവിൻ്റെ അകത്ത് മരമുണ്ട് എന്നത് വാക്കുകളിലല്ല, പരയായിട്ട് മനസ്സിലൊരാശയമായി രൂപപ്പെടുകയും അത് ബോധ്യപ്പെടുത്താൻ അവൻ ഒരു ബഹളം വെക്കുന്നു. ഏഹേ 4 മൂലക്കുന്ന് കാട്ടാളന്മാർ ഓഹോ ഓടി വരുന്നു. അവരോടി വന്നിട്ട് വിളിച്ചു ചേർത്ത് ഇവളോട് എന്താ സംഭവം എന്താ അന്വേഷിക്കുന്നു. അന്വേഷിക്കാൻ വാക്കൊന്നുമില്ല. അപ്പൊ ഇവയ്ക്കിത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ. ഗുരു എന്നുള്ള വാക്കില്ല, നാടുക എന്ന വാക്കില്ല, മരം എന്നുള്ള വാക്കില്ല, ഒന്നുമില്ല. അവൾ അത് ബോധ്യപ്പെടുത്താൻ നടത്തിയ പരിശ്രമം ബോഡി ലാംഗ്വേജ്, ശരീരം കൊണ്ട് ശ്രമിച്ചു, ആംഗ്യങ്ങൾ കൊണ്ട് ശ്രമിച്ചു, ശബ്ദങ്ങൾ കൊണ്ട് ശ്രമിച്ചു. ഭാഷ അങ്ങനെയാണ്. ഭാഷ എഴുത്തും വാക്കും മാത്രമല്ല. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ വാക്കിന്റെ അർത്ഥം 40% മാത്രമേ നമുക്ക് സ്വാധീനിക്കുന്നുള്ളൂ. ബാക്കി 60% നമ്മുടെ നോക്കും വാക്കും നമ്മുടെ ശബ്ദത്തിന്റെ ആക്സന്റും നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം ചേർന്നിട്ടാണ്. പണ്ടങ്ങനെയല്ലേ? പണ്ട് പ്രണയം പ്രകടിപ്പിക്കാൻ വേണ്ടി ഐ ലവ് യു എന്നൊന്നും പറയാറില്ല. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിനെ കുറിച്ചിട്ട് ഒരു കടകഥയുണ്ടായിരുന്നു. കണ്ണും കമ്പി അടിക്കും തപ്പാലാപ്പീസ്. അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങൾക്ക് അപ്പുറത്തെ ബസ് സ്റ്റോപ്പോട്ട് കണ്ണുകൊണ്ട് കമ്പി അടിക്കും. അതാണ്. അന്ന് ധൈര്യമില്ല, നേരിട്ട് പോയി പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് കമ്പി അടിക്കുക. അന്ന് പ്രണയം പ്രകടിപ്പിക്കാൻ ഒരു പഴയ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പൂർണ്ണേന്ദു മുഖിയോ ഡമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. നിലത്ത് വട്ടം വരച്ച പ്രേമുണ്ടെന്ന. ഇന്ന് വട്ടം വരക്കുന്ന ഒരൊറ്റ കാമുകീനെ കാണുക. അന്ന് ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതാണ് നമ്മൾ പ്രധാന ആശയം. അപ്പോൾ ഇവളിങ്ങനെ പല വിധത്തിൽ ഇത് പറയണം. കുരു നട്ട മരം ഉണ്ടാവും. തിന്നാൻ അന്വേഷിച്ചു പോണ്ട, നമ്മൾ ഉള്ളിടത്തുണ്ടാക്കി ഉണ്ടാം. അങ്ങനെ ഏറെ കാലത്തിന് ശേഷമാണ് ഇവർക്കിത് ബോധ്യമായത്. അങ്ങനെ ബോധ്യമായപ്പോഴാണ് 4 മാസം മുമ്പ് മരിച്ചുപോയ നാടകഗാന ഗായികയിലെ മച്ചാട്ട് വാസന്തി അവർ നാടകത്തിൽ പാടിയ പ്രശസ്തമായൊരു പാട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കേട്ടത് യേശുദാസ് സിനിമയിൽ പാടിയപ്പോഴാണ്. ആ പാട്ടിലെ വരികൾ തിരുനെല്ലൂർ കരുണാകരന്റെ വരികൾ. അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ എന്ന പാട്ടിലെ വരിയ. അവര് മണ്ണ് കിളച്ച് വൃക്ഷക്കൊമ്പെടുത്തിട്ടും പാറയെടുത്തിട്ടും മണ്ണ് കിളച്ചിട്ട് വിത്തിട്ടു. ആ വിത്തിട്ടപ്പോ ഇത് മുളക്കുമോ, മുളച്ചാൽ ഇത് വലുതാകുമോ, വലുതായാൽ ഇത് പൂക്കുമോ, പൂത്താൽ ഇത് കായ്ക്കുമോ എന്നറിയാൻ വേണ്ടി ആദ്യമായിട്ട് അവർ സ്ഥിരവാസം ആരംഭിച്ചു. ആദ്യമായിട്ടാണ് സ്ഥിരവാസം. കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് റെസിഡൻസ് ഉണ്ടായത് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. കാരണം ഇത് മുളക്കുന്നവരെ കാത്തു നിൽക്കണ്ടേ. അപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരയുണ്ടാക്കിയത്, ഇലകൾ കൊണ്ട് പർണശാലകൾ ഉണ്ടാക്കിയത്. മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ
മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. പിന്നെയാണ് കല്ലും കോൺക്രീറ്റും ഒക്കെ തറ വന്നത്. ആദ്യം മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കി. ആ തറയ്ക്കുള്ളിലേക്ക് പക്ഷി മൃഗാദികൾ കയറി വരാതിരിക്കാൻ പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. ആ ചുമര് ആദ്യം പനയോല തട്ടിയായിരുന്നു, പിന്നീട് ചളിക്കട്ടയുടെ കട്ട മുറിച്ചതായിരുന്നു, പിന്നീട് കല്ലായി, ഓളോ ബ്രിക്സായി, ഇപ്പൊ പല വിധത്തിലായി. അങ്ങനെ ആദ്യത്തെ വീടുണ്ടായി. ഭാരതത്തിൽ ആ വീടിന്റെ പേര് ശാല എന്നായിരുന്നു. ആ ശാല എന്ന വാക്കിൽ നിന്നാണ് വായനശാലയും പാണ്ഡികശാലയും നാടകശാലയും എല്ലാം ഉണ്ടായത്. അങ്ങനെ ആദ്യം അവനൊരു വീടുണ്ടായി. ആ വീട്ടിൽ താമസിച്ചവൻ നട്ടത് മുളച്ചു, പൂത്തു, കായ്ച്ചു, പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചു. സ്നേഹമുണ്ടായി. സഹനോ ഭുനത്തു, ഒരുമിച്ച് പഠിച്ചു, ചർച്ച ചെയ്തു, പങ്കുവെച്ച് കഴിച്ചു, സ്നേഹമുണ്ടായി. ബാക്കിയുള്ളതോ സൂക്ഷിച്ചു വെച്ചു. ഭാവി കാലമുണ്ടായി. നാളേക്ക് വേണമെന്ന ചിന്ത, മറ്റന്നാളേക്ക് വേണമെന്ന ചിന്ത, ഭാവി കാലമുണ്ടായി. ബാക്കി വന്ന ഭക്ഷണം ഉണക്കിയിട്ടും ഉപ്പിലിട്ടിട്ടും അച്ചാറിട്ടിട്ടും സൂക്ഷിച്ചു വെച്ചു. ഇത്രയും ഘടകങ്ങൾ ഉണ്ടായപ്പോ നമുക്ക് മനുഷ്യനായി മാറി. ഈ മനുഷ്യനാവാൻ നാടുണ്ടായി. അങ്ങനെ നാടുണ്ടായി. എന്താ നാട്? നടുന്നത് നാട്, തനിയെ മുളച്ചത് കാട്, നട്ടു മുളപ്പിച്ചത് നാട്, നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. നീ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കുക, ഞാൻ ഇത് ഏത് ലിസ്റ്റിലാ പെടുക എന്ന്. നാട്ടാളനാണോ കാട്ടാളനാണോ? എന്തെങ്കിലും നടുന്നുണ്ടെങ്കിൽ നാട്ടാളനാണ്, ഒന്നും നടുന്നില്ലെങ്കിൽ കാട്ടാളനാണ്. മനസ്സിലായി? കാട്ടാളന്റെ ഒച്ചയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത്. ഇപ്പോഴും കാട്ടാളൻ ഏഹേന്ന് വിളിച്ചില്ല. ആ വിളിക്കുന്ന ശബ്ദമാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാട്ടാള ശബ്ദം, കാട്ടാള സ്വഭാവ. മക്കളെ വിളിക്കുന്ന എങ്ങനെയാ? സ്കൂൾ ബസ് വരുന്ന സമയമായി, ചെക്കൻ എണീറ്റില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല, രാവിലെ തന്നെ അട്ടഹാസമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാട്ടാളത്വമാണ്. കാട്ടാളത്തിന് സംസ്കൃതത്തിൽ പറയും നിഷാദൻ. നിഷാദന്റെ ശബ്ദം നിഷാദം സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം സപ്തസ്വരങ്ങൾ. നിഷാദം ഉച്ചസ്ഥായി ശബ്ദം. നിഷാദം. ആ നിഷാദ ശബ്ദം കാട്ടാളന്റെ ശബ്ദം. നിങ്ങളുടെ വീട്ടിൽ മനുഷ്യനുണ്ടായതെപ്പോഴാണ്? കാട്ടാളൻ അട്ടഹാസത്തിൽ നിന്ന് മാറിയിട്ട് വീടെടുത്തപ്പോ അടുത്തിരുന്നപ്പോൾ ഷഡ്ജമുണ്ടായി. മെല്ലെ പറയാൻ തുടങ്ങി. അട്ടഹാസം വേണ്ടല്ലോ. ഏഹേ എന്ന് പറയുന്നു. ഗംഗേ മഹാമംഗളേ എന്ന് പറയുന്നതിന് പകരം ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ താഴ്ത്തി പറയാൻ തുടങ്ങി. അങ്ങനെ ശബ്ദവും സംഗീതവും ഒക്കെ ഉണ്ടായി. അത്തരത്തിൽ 5 ഘടകങ്ങൾ ചേർത്തപ്പോൾ മനുഷ്യനുണ്ടായി. ഈ 5 ഘടകങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഈ റെസിഡൻസ് അസോസിയേഷന്റെ 12ാം വാർഷികത്തിൽ ഈ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ വീട് മനുഷ്യ വീടാവണമെങ്കിൽ 5 ഘടകങ്ങൾ ഉണ്ടാവണം. ഈ 5 ഘടകങ്ങളിൽ നമ്പർ 1 ചിന്ത എന്നതാണ്. ചിന്തയുണ്ടോ? തിന്നുന്നതിനെ പറ്റിയുള്ള ചിന്തയല്ല, പണമുണ്ടാക്കുന്ന ചിന്തയല്ല. ഇന്നലെ വരെ ചിന്തിക്കാത്ത ഫ്രഷായ പുതിയതിനെ പറ്റി ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ രാജ്യം ലോകത്ത് നമ്പർ 1 ആയ ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതല്ല നമ്പർ 1 എന്ന്, വിദേശികൾ പറഞ്ഞതാണ്. എന്ത്? ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. അവർ പടിഞ്ഞാറ, നമ്മളാ കിഴക്ക് നിന്നുദിക്കുന്നു വിവേകം. അതിന് പറയാൻ കാരണം, കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇവിടെ നളന്ദ, തക്ഷശില, ശാരദ സർവകലാശാലകൾ ഉണ്ടായിരുന്നു. അറിയണം. അവർ ഈ സംസ്കാരം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഒരു 2500 വർഷം മുമ്പ് 20,000 കഥാപാത്രങ്ങൾക്ക് പേരിട്ടിട്ട് 1,64,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന് പറയുന്ന ഒരു മഹാകാവ്യം കൂടി ഉണ്ടായിരുന്നു. രാമായണം ഉണ്ടായിരുന്നു. 18 പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, വേദം, വേദാന്തം, അതെല്ലാം പോട്ടെ. നമ്മളിപ്പോ ചികിത്സിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുണ്ടല്ലോ, ആ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചിട്ട് 2 നൂറ്റാണ്ടേ ആയിരുന്നു. മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും രാസവസ്തുക്കളും അതിന്റെ രാസത്വരക ശക്തിയും ലാബോറട്ടറിയും പണലും ടെസ്റ്റ്യൂബും മൈക്രോസ്കോപ്പും സ്കാനിങ്ങും എക്സ്റേയും എല്ലാം കുന്ത്രാണ്ടവും ചേർന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഇതെല്ലാം വന്നത്.
എന്നാൽ അതിനേക്കാൾ 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരത്തിന്റെയും ചെടികളുടെയും ഇലയും പൂവും വേരും കായും വായയാകുന്ന ലാബറട്ടറിയിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് ഇത് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും തൈലങ്ങളും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവനിയും ചെറിയ ബുദ്ധിയാണോ? അന്നത്തെ കാലത്ത് ഒരു സംവിധാനം ഇല്ലാത്ത കാലത്താണ് ഇത് കണ്ടെത്തിയത്. എന്തൊരു ബുദ്ധിയാണ്! ഇപ്പൊ സ്കാനിങ്ങിലൂടെ നമുക്ക് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് എപ്പോഴാണ് ആണ് പെൺ വേർതിരിയുക, കയ്യും നഖവും മുഖവും കാലും കണ്ണും എല്ലൊക്കെ ഉണ്ടാകുക എന്ന് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഈ സ്കാനിങ് വിഷയം കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണത്തിലെ സമ്പാദിവാക്യത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിന് എപ്പോഴാണ് കൈകാലുകൾ വളരുക, ആണ് പെണ്ണ് വേർതിരിയുക, കണ്ണും കാതും എപ്പോൾ ഉണ്ടാവും എന്നൊക്കെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കേണ്ടത്. എങ്ങനെയത്? എന്തൊരു ബുദ്ധിയാണത്! ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടും എന്തേ നമ്മുടെ രാജ്യം അമേരിക്കയെ അപേക്ഷിച്ച് എത്രയോ പുറകെ? അമേരിക്കയുടെ $1 കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ 89 റുപ്യ 50 പൈസ കൊടുക്കണം. 89 റുപ്യ 50 പൈസ കൊടുക്കണം. അവര് വൈദ്യന്മാര് അവര് രാജ്യം കണ്ടെടുത്തിട്ട് അത്രയായിരുന്നു. അതൊന്നും പോട്ടെ, നമ്മളെ രാജ്യം പുറകിലാണെന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഈ മൈതാനത്തുള്ള ഏതെങ്കിലും ഒരു ഉപകരണം ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എന്റെ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എന്റെ കണ്ണടയുടെ ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, താറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ലോറി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. എന്താ ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്? ഇത്രയും വിവരം ഉണ്ടായിട്ട് എന്ത് പറ്റി നമുക്ക്? നമ്മുടെ ചിന്തയെ ശാസ്ത്രബോധത്തോടുകൂടി പുതിയതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള വകയുണ്ടാക്കാനാ പഠിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി കിട്ടിയാലോ ശമ്പളം വാങ്ങും, ശമ്പളം വാങ്ങിയാലോ നല്ല ഭക്ഷണം വാങ്ങാം, നല്ല വീടെടുക്കാം, നല്ല വസ്ത്രം വാങ്ങാം, നന്നായിട്ട് കിടന്നുറങ്ങാം. ഇതാണോ മനുഷ്യന്റെ ലക്ഷ്യം? നമ്മൾ നിരന്തരം പ്ലസ് ആക്കണം, മരണം വരെ വികസിക്കണം മനുഷ്യൻ. എപ്പോ നിങ്ങൾ വികാസം വേണ്ടെന്ന് വെക്കുന്നു അന്ന് നിങ്ങൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബം ഒത്തുചേർന്നിട്ട് ചിന്തയെ വളർത്തണം. ചിന്ത എന്നുള്ള എന്റെ വള്ളി ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് എടുത്തിട്ട് രണ്ടാമത്തെ അക്ഷരത്തിൽ ഇട്ട് വളർത്തിയിട്ട് കാര്യമുണ്ടോ? വിഷു വരാൻ പോവാ മോനെ, നല്ലോണം തിന്നൂട്, ഇറച്ചിക്കെല്ലാം ഭയങ്കര വിലയാ, ചന്തി മുന്നിലെ ശരിഞ്ഞ് കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് മക്കളുടെ പിൻഭാഗം വളർത്തിയിട്ടെന്ത് കാര്യം? ഒരു കാര്യമില്ല. ചിന്ത വളർത്തു. ശരീരത്തെ വളർത്തലല്ല, ശരീരത്തെ വളർച്ചയെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ഹിന്ദു കുടുംബങ്ങളിലുണ്ടല്ലോ, ഒരു കുട്ടി ജനിച്ചാൽ 28ാമത്തെ ദിവസം ഒരു പേര് വിളി. 28ന്റെ കണക്കറിയാവും നിങ്ങൾക്ക്? AD 825 മുമ്പ് മലയാളിക്ക് കലണ്ടർ ഉണ്ടായിരുന്നില്ല, ഡേറ്റും ഉണ്ടായിരുന്നില്ല. AD 825 ആണ്ടിലാണ് നമുക്ക് കലണ്ടർ ഉണ്ടായേ. നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ അല്ല, ആ കലണ്ടർ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം കൊണ്ടുവന്നതാ. ആ കലണ്ടർ ആയിരുന്നില്ല നമ്മളെ കലണ്ടർ. നമ്മളെ കലണ്ടർ കൊല്ലത്ത് വെച്ചുണ്ടാക്കിയതാ. അതുകൊണ്ട് ആ കലണ്ടർ തുടങ്ങിയ കൊല്ലാണ് കൊല്ലവർഷം. 1200 കൊല്ലായി. അതുകൊണ്ട് ഇക്കൊല്ലം കൊല്ലവർഷം 1200 ആയത്. കൊല്ലത്ത് വെച്ചുണ്ടാക്കിയതാ കൊല്ലവർഷം. ആ കലണ്ടറിന്റെ പേരറിയാവോ ആർക്കെങ്കിലും? നമ്മുടെ മലയാളിയുടെ സ്വന്തം കലണ്ടറിന്റെ പേരറിയാവോ ആർക്കെങ്കിലും? ഞാൻ ക്ലൂ തരാം. സംക്രമ വിഷു പക്ഷി, സംവത്സര പക്ഷി, പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. കലണ്ടറിന്റെ പേര് കിട്ടിയ പഞ്ചാംഗം. പുസ്തക രൂപത്തിൽ അതാ നമുക്ക് മനസ്സിലാവാതിരുന്നത്. ഈ പഞ്ചാംഗം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല, നക്ഷത്ര. ചന്ദ്രന് 27 ഭാര്യമാരുണ്ട്. ചന്ദ്രന്റെ ഭാര്യമാരാണ് നമ്മളെ നക്ഷത്രങ്ങൾ എന്ന പണ്ടത്തെ സങ്കല്പം. സത്യത്തില് ചന്ദ്രൻ നക്ഷത്രത്തിന്റെ ഭർത്താവ് അല്ലാന്നും നക്ഷത്രമല്ലാന്നും നക്ഷത്രത്തിന്റെ ഗ്രഹമല്ലാന്നും ഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹം മാത്രമാണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു. അന്ന് ചന്ദ്രൻ പ്രധാന, ഈ ഭാര്യ വെക്കുന്നതിൽ ചന്ദ്രദേശ പ്രധാന. അതിനോട് ഈ കണ്ടുപിടുത്തോടു കൂടി ചന്ദ്രദേശന്റെ ആഫീസ് കൂട്ടി കേട്ടോ. ഇനിയിപ്പോ ഒരു ചൊവ്വയാണ് ഇടങ്ങാറാക്കുന്നത് നമ്മളെ പെൺകുട്ടികളെ.
അല്ലേ? നമ്മളെ പെൺകുട്ടികളെ ഇടങ്ങാറാക്കാൻ ഭൂമിയിലെ ഏതാണ്ട് 800 കോടി മനുഷ്യരുണ്ട്. ആ 800 കോടി മനുഷ്യരിൽ ഇന്ത്യയിലാകെ 130 കോടിയാണ്. അതിൽ കേരളത്തിൽ 3 കോടിയാണ്. ആ 3 കോടിയിൽ കേവലം 2 കോടി ഹിന്ദുക്കളേ ഉള്ളൂ കേരളത്തിൽ. ആ 2 കോടി ഹിന്ദുക്കളിൽ ഏതാണ്ട് 50 ലക്ഷം യുവാക്കളേ ഉള്ളൂ. ഈ 800 കോടി മനുഷ്യരെയും വിട്ടിട്ട് ഈ ചൊവ്വ കേരളത്തിലെ ഈ 50 ലക്ഷം യുവാക്കളെ മാത്രം ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചൊവ്വ. അതെന്തൊരു ചൊവ്വയപ്പ? ചൊവ്വാദോഷം കൊണ്ട് എത്രയാ കല്യാണം മുടങ്ങുന്നു? നിങ്ങൾ ആലോചിച്ചൊക്കെ. ചൊവ്വാദോഷം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ അനുഭവിക്കുന്ന ചൊവ്വാദോഷം നിങ്ങൾക്കറിയാവോ? ഞാൻ ജില്ലാ പഞ്ചായത്തിലെ യോഗത്തിന് പോകുമ്പോൾ ഒരിക്കലും കൃത്യസമയത്ത് എത്തൂല എന്ന്. താഴെ ചൊവ്വ മുതൽ മേലെ ചൊവ്വ വരെ എപ്പം ബ്ലോക്ക് ആയിട്ട്. അതാ ചൊവ്വാദോഷം. വേറെ എന്ത് ചൊവ്വാദോഷം? മനസ്സിലായില്ലേ? പോട്ടെ, നമ്മൾ ചന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞത്. ചന്ദ്രന് ഭാര്യ മാറി 20 ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യനെ അറിയാം. ഇപ്പം ആകാശത്ത് ചന്ദ്രനുണ്ടോ? അതിൻ്റെ അടുത്തൊരു നക്ഷത്രം കണ്ട, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ചിത്ര. ചിത്ര ആണ് ചന്ദ്രന്റെ പ്രിയപ്പെട്ട ഭാര്യ. അതുകൊണ്ട് അടുത്ത് വന്നിരിക്കും. ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ശീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ? അതിൻ പൊരുൾ നിനക്കേതുമറി ഇല്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതുമറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും എന്ന പാട്ട് കേട്ടിട്ടില്ല? ഞാൻ പറഞ്ഞു വന്ന വിഷയം നമുക്ക് 27 നക്ഷത്രമുള്ളൂ നമുക്ക്. 28ാമത്തെ ദിവസം ഒരു കുട്ടീൻ്റെ ആദ്യ നക്ഷത്രം ആദ്യം വരും. അതുകൊണ്ട് അന്ന് പേര് വിളിക്കും. പേര് വിളിക്കുമ്പോൾ പാല് കൊടുക്കും, അരയിലൊരു നൂലും കെട്ടും. എന്തിനാ നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടും ചോദിച്ചു, ഈ നൂല് കെട്ടുന്നത് എന്തിനാ? ആരും ഒരു ഉത്തരം പറഞ്ഞില്ല. എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് പാട്യം പഞ്ചായത്തിൻ്റെ വയോജന സംഘം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്നൊരു റിട്ടയർഡ് സാവിത്രി ടീച്ചർ പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. എന്താ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാടോ? അമ്മ മാത്രം അല്ലേ? പ്രസവിക്കുന്നതോ അമ്മ, മുലയൂട്ടുന്നതോ അമ്മ, എല്ലാം ചെയ്യുന്ന അമ്മ. പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പ്രയാസവും പരാതിയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2 ആക്കിയിട്ട് നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. ഇതിനാണ് അരയില നൂല് കിട്ടുന്നത്. ടീച്ചർ പറഞ്ഞ നല്ല രസകരമായ മറുപടി അല്ലേ? അല്ല. ആ നൂല് കെട്ടുന്നതിന്റെ പിറകിൽ ഒരു നല്ല സന്ദേശമുണ്ട്. എന്താ പറയുക? ഈ നൂലെന്ന് പറയുന്നത് സംസ്കാരം പോലെയാ. പിരിച്ചു നിട്ടാം. നമ്മുടെ സംസ്കാരം ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതല്ലോ. എൻ്റെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയല്ല ഞാൻ പിരിച്ചതിന്റെ ബാക്കിയല്ല എൻ്റെ മക്കൾ പിരിക്കുക. അത് പിരിച്ചു നീട്ടുന്ന രേഖയാണ്, രേഖാഖണ്ഡമല്ല. ആ നൂല് സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ചു കെട്ടിയിട്ട് അന്ന് മുതൽ പറയാ, നീ കണ്ടെടുത്ത് വിസർജിക്കരുത്, കണ്ടെടുത്ത് പോയി തിന്നരുത്, കണ്ടെടുത്ത് നിണചേരരുത്. ആ ശരീരത്തിന്റെ മൃഗതൃഷ്ണയെ കൺട്രോൾ ചെയ്ത് നിന്റെ മനസ്സിന്റെ ഭാവനകൾ ഉണർത്തുക എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുക, സോഫ്റ്റ്വെയറിനെ വളർത്തുക. അതാണ് ഈ അരയിലെ നൂലുകെട്ടൽ. അന്ന് മുതൽ അവന് പുതിയ ചിന്തകളും ആശയങ്ങളും കൊടുക്കണം. ഭക്ഷണം കൊടുത്താൽ അച്ഛനും അമ്മയാവില്ല. വസ്ത്രം കൊടുത്താൽ കിടക്കാനുള്ള വിരിവെച്ചു വെത്തുവാൽ അച്ഛനും അമ്മയാവില്ല. വിസർജിക്കാനുള്ള കക്കൂസ് ഉണ്ടാക്കി കൊടുത്താലും അച്ഛനും അമ്മയാവില്ല. അവന്റെ മനസ്സിന് ചിന്തകൾ വളർത്താൻ നമ്മുടെ വീടുകൾ നാടെന്ത് ചെയ്തു എന്ന ചോദ്യം. അതുകൊണ്ട് ചിന്തയാണ് ഏറ്റവും പ്രധാനം. ആ ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്പർ 1 ചിന്ത. നമ്മുടെ കുടുംബങ്ങളിൽ ഈ 12ാം വാർഷികം കഴിഞ്ഞ് തിരിച്ചു പോയാൽ ഒന്നിച്ചിരുന്ന് ചിന്തിക്കാനുള്ള സംവിധാനം ഒരുക്കണം. മൊബൈൽ ഫോണും ടിവിയും കമ്പ്യൂട്ടറെല്ലാം മാറ്റിവെച്ചിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് ലോകത്തിലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഒരു കുറ്റബോധത്തോടു കൂടി നിങ്ങളൊന്നോ ഒരു കാര്യം ഓർക്കുന്നു. മിക്ക വീട്ടിലും പല വിധത്തിലുള്ള പത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ തൂങ്ങിച്ചത്തവും കെട്ടുത്തുള്ളിയോ പീഡിപ്പിച്ചവും കൊലപാതകവും വാർത്തകൾ വായിക്കാറുണ്ട്. എന്നാൽ ഗൗരവതരമായിട്ട് പത്രക്കാർ തയ്യാറാക്കുന്ന ഒരു പേജ് ഉണ്ട്. ആ പേജ് എഡിറ്റോറിയൽ പേജാണ്. ഈ എഡിറ്റോറിയൽ പേജ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു 2-3 പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജ് അല്ലെ ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ പേജ് വായിച്ചു വരുന്ന കൈ ഉയർത്തു. 1, 2, 3, 4, 5. അതാ നേരത്തെ വായിച്ചവരേ ഉള്ളൂ. ഈ എഡിറ്റോറിയൽ പേജ് നിങ്ങൾക്ക് ചോറ്റുപാത്രം പൊതിയാനാണോ? നിങ്ങൾ ഇത് ഗൗരവതരമായി ചിന്തിക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾ വഷളാവുന്നതും തോന്നിയാസിയാവുന്നതും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാവുന്നതിനും ഉത്തരവാദി നമ്മളാണെന്ന് മനസ്സിലായോ? ആ കുട്ടികളുടെ മനസ്സിലെ സോഫ്റ്റ്വെയർ വളർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു?
അവന്റെ ശരീരത്തെ വളർത്തിയിട്ട് ശരീരത്തിന്റെ ആനന്ദം വളർത്തുമ്പോ അവന് ലഹരി, മനസ്സിന്റെ, കവിതയുടെ, അറിവിന്റെ, സ്വപ്നങ്ങളുടെ ലഹരി, നാടകത്തിന്റെ ലഹരി, പാട്ടിന്റെ ലഹരി, നന്മയുടെ ലഹരി, ഭക്തിയുടെ ലഹരി ഒന്നും വളർത്തൂല. പകരം ശരീരത്തിന്റെ ലഹരി. ശരീരം ഒരു പദാർത്ഥ. ആ പദാർത്ഥത്തിന് ലഹരി പിടിപ്പിക്കണമെങ്കിൽ പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, വാതകം. അതുകൊണ്ടാണ് ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക തേടിയിട്ട് കുട്ടികൾ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പദാർത്ഥത്തെ വളർത്തുന്നു. കാണാനും തൊടാനും പറ്റാത്ത പദാർത്ഥമല്ലാത്തൊരു ലോകമുണ്ട് നമ്മുടെ മനസ്സിന്, ഹൃദയത്തിൽ. വികാരങ്ങളുടെ, സ്വപ്നങ്ങളുടെ, അനുഭൂതികളുടെ, ആശയങ്ങളുടെ, സൗന്ദര്യബോധത്തിന്റെ, ധാർമ്മികതയുടെ ഒരു ലോകമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന ആ വീടാണ് മനുഷ്യന്റെ വീട്. ആ മനുഷ്യന്റെ വീട് വളർത്താൻ നിങ്ങൾ കൂടിയിരിക്കുക. നെഗറ്റീവ് ചർച്ചകൾ വേണ്ട. റോഡുമല ആരാ പോകുന്നത്? അത് സെബാസ്റ്റ്യനാണ്, മഹാബോക്കവൻ. പിന്നെ ആരാ പോകുന്നത്? ബഷീർ, തീരെ അബദ്ധോ. കുഞ്ഞിക്കണ്ണനോ മഹാവൃത്തികെട്ടവൻ. മുനിസിപ്പൽ കൗൺസിലർ ഒരു ലുക്കിനും കൊള്ളൂല. മേയറാണെങ്കിൽ മഹാബോക്ക. MLA അയ്യോ. മന്ത്രിമാർ ഭക്ഷണന്മാർ. മുഖ്യമന്ത്രി ഭീകരൻ. പ്രധാനമന്ത്രി അയിലും ഭീകരൻ. ലോകത്തെ എല്ലാവരും മോശ. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകളാണ് നമ്മുടെ വീട്ടിൽ കുട്ടികളെ അഹന്ത ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കേട്ട് കേട്ട് കുട്ടിയുടെ മനസ്സിൽ ഒരു വികാരമുണ്ടാവും, ചിന്തയുണ്ടാവും. ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ അഹന്തയിലൂടെ കുട്ടികൾ ഈ ജനാധിപത്യ വിരുദ്ധരാവുന്നു. നമ്മുടെ റോഡുകളാണിപ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ സംഗമ കേന്ദ്രങ്ങൾ. ബൈക്കെടുത്തിട്ട് കാറെടുത്ത് റോഡുമ കയറിയ ഇതെന്റെ തറവാടാൻ തോന്നുക. മുണ്ടക്കയിലും ചൂരൽമലയിലും 400 മേലെ ആളുകൾ മരിച്ചു. മഹാദുരന്തം. പക്ഷെ 1000 ആളുകൾ മരിച്ച ഒരു ദുരന്തം കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ ഉണ്ടായി. നിങ്ങൾക്ക് ആരും ഓർമ്മയില്ല അല്ലേ? 1000 ആളിന് മേലെ ആളുകൾ മരിച്ചു. ആ മരണം റോഡപകടങ്ങളിലൂടെയാണ്. റോഡപകടങ്ങളിൽ 1000-ന് മേലെ ആൾ മരിച്ചു കഴിഞ്ഞ കൊല്ലം. എങ്ങനെ? വണ്ടിയുടെ ബ്രേക്ക് ഫയലായിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടല്ല, സ്റ്റിയറിംഗ് ബ്ലോക്ക് ആയിട്ടല്ല, ക്ലച്ച് മുറിഞ്ഞു പോയിട്ടല്ല, ആക്സിൽ മുറിഞ്ഞു പോയിട്ടല്ല. ഇന്ന് നല്ല വണ്ടിയല്ല, നല്ല സാങ്കേതികമായി തകരാറില്ലാത്ത വണ്ടികളായി ഇന്ന് ചവിട്ടിയെടുത്ത് നിൽക്കും. പക്ഷെ പിന്നെ എങ്ങനെയാ? ഇതിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയുമാണ് ഈ മരണത്തിനെല്ലാം കാരണം. റോഡിന്റെ തറവാടാ. ഏടിയാ റോഡിന്റെ വീതി എത്രയാന്നുള്ള കണക്കില്ല. എന്റെ നടുക്കോട്ടെ ഞാൻ പോകും, സൈഡാക്കില്ല. നായ്ക്ക് പോലും ബോധമുണ്ട് റോഡിന് എത്ര വീതിയുണ്ട്. വീതി കുറഞ്ഞ റോഡ് മേലെ നിങ്ങൾ പകുതിക്ക് ഒരു നായി കിടക്കും. നിങ്ങൾ സ്കൂട്ടർ കൊണ്ട് പോയി നോക്കൂ, നായി അനങ്ങില്ല. കാരണം സ്കൂട്ടറിന് പോകേണ്ട വീതി ആടെയുണ്ട്. എന്നാൽ തൊട്ട് പുറകെ ഒരു ലോറി വന്ന് നോക്ക്, നായി എണീറ്റ് മാറിത്തരും. കാരണം സ്കൂട്ടറിന്റെ വീതി എത്രയാണെന്നോ ലോറിന്റെ വീതി എത്രയാണെന്നുള്ള കണക്ക് നായ്ക്കറിയാം. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിക്ക് ഈ കണക്കറിയില്ല. കണ്ടെടുത്ത് വെച്ച് പോകും. ഒരു ചിന്തയുണ്ടാവില്ല പാർക്ക് ചെയ്യുന്നതിലും അല്ലെ റോഡ് മേലെ വണ്ടി ഓടിക്കുന്നതിലും നിർത്തുന്നതിലൊന്നും. എന്തുകൊണ്ട്? എന്നോട് ആർക്കും ദേഷ്യം വരല്ലേ? കണ്ട് സഹി കെട്ടിട്ട് പറയുന്നു. ഇത് അവരെല്ലാം ഉത്തരവാദി. നമ്മുടെ വീടുകളിൽ നിന്നുള്ള ചർച്ചകളെല്ലാം ജനാധിപത്യ ബോധം ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ചർച്ചകളാണ്. ഞാൻ മാത്രം ശരി, ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ എന്നതാണ്. അല്ല പിന്നെ മുഴുവൻ പ്രാക്കാണ് കുട്ടികൾ. 50-45 മാർക്കും വാങ്ങി വന്ന 45 ക്ഷയിക്കാനില്ല. ഏതാണ്ടെണ്ണം തെറ്റിച്ച് അതാ അറിയേണ്ടത്. കിട്ടാത്ത 5-നാ വില, കിട്ടിയ 45-ന് വിലയില്ല. എപ്പോഴും പ്രാക്ക്. നാട്ടുകാരും ബന്ധുക്കളും വന്നിട്ട് മക്കളെ കൊണ്ട് അഭിപ്രായം ചോദിച്ചോക്കട്ടെ, എങ്ങനെയുണ്ട് മോൻ? എന്ത്? എപ്പോൾ നോക്കിയാലും മൊബൈൽ മാന്തിയിരിക്കൽ കളിക്കലല്ലേ? നമ്മുടെ മക്കളെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ മക്കളെ നോക്കി, മുഖത്ത് നോക്കി വിമർശിക്കാം, ശകാരിക്കാം. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ മക്കളെ അവഹേളിക്കാൻ അവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്, അവർക്കും അഭിമാനമുണ്ട്. അവരെ അവഹേളിച്ചിട്ട് തിരിച്ച് നിങ്ങളോടൊന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് പോകാൻ വേറെ വീടില്ലാത്തതുകൊണ്ട്, തിന്നാൻ വേറെ കിട്ടാത്തതുകൊണ്ടാണ്. എന്നാലോചിച്ചോളൂ. മക്കളെ അങ്ങനെ അപേക്ഷിച്ചു എപ്പോഴും പ്രാക്ക് കേട്ടിട്ട് കുട്ടിക്ക് തോന്നുന്നു ഐ ആം നോട്ട് ഓക്കേ, യു ആർ ഓക്കേ. എന്നെന്തിനും കൊള്ളൂല്ല, നിങ്ങളെല്ലാം വലിയ ആളാ. മൂന്നാമതൊരു ടീമുണ്ട്. അവർ ഈ നാട്ടിൽ ഒരു 10 ആളുണ്ടെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോകും. ഐ ആം നോട്ട് ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക. നന്നാവില്ലല്ലോ. നമുക്കത് മാറിയിട്ട് സുഗതകുമാരി ടീച്ചറുടെ കവിതയിലെ ഒരു വരി ഓർക്കാം.
പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഈ ലോകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എങ്കിലും പൂന്തോട്ടങ്ങളുമുണ്ട് ഇവിടെ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ് എന്ന മനോഭാവത്തിൽ നമ്മുടെ വീട് പോസിറ്റീവായിട്ട് വളർത്തിയെടുക്കണം. എപ്പോഴും കുറ്റം പറയുന്ന, നെഗറ്റീവ് പറയുന്ന കുടുംബങ്ങളല്ല. റെസിഡൻസുകൾ പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ സാമൂഹ്യ വിരുദ്ധരാവുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്ത ഉൽപ്പാദിപ്പിക്കണം. ഒന്ന് ചിന്ത, രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഈ ആശയവിനിമയത്തിന് എന്തെല്ലാം മാർഗങ്ങൾ, കവിതകൾ, പാട്ടുകൾ, കഥകൾ, എല്ലാം വേണ്ടേ? എല്ലാം വേണം. ഞാൻ മിനിഞ്ഞാന്ന് പള്ളിക്കുന്ന് ഉള്ള ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയി. ഞാൻ ആ സദസ്സിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ പ്രതികരണം കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. എനിക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി. മലയാള സാഹിത്യത്തിലെ, കഥാസാഹിത്യത്തിലെ ക്ലാസിക്കുകൾ എന്ന് പറയുന്ന ടി പത്മനാഭന്റെ ഗൗരി വായിച്ചവരൊന്ന് കൈയുയർത്താൻ പറഞ്ഞു. ആടൊന്ന് ഒച്ചത്ത് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്താണ് ടി പത്മനാഭൻ താമസിക്കുന്നത്. ഗൗരി വായിച്ചവര് കൈയുയർത്താൻ പറഞ്ഞു, ഒറ്റ ആള് കൈയുയർത്തിയില്ല. ഞാൻ അടുത്തത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി വായിച്ചവര് കൈയുയർത്താൻ പറഞ്ഞു, ഒറ്റ ആള് കൈയുയർത്തിയില്ല. നിങ്ങളോട് ഞാനത് ചോദിക്കുന്നില്ല, ഞാൻ തളർന്ന് വീണുപോകും, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ചേട്ടാ, ഈ പള്ളിക്കുന്ന് കണ്ണൂർ കോർപ്പറേഷനിലുള്ളവർ ഗൗരിയും പ്രകാശം പരത്തുന്ന പെൺകുട്ടിയും വായിക്കുന്നില്ല, പിന്നെ എന്തിനാണോ നിങ്ങൾ അക്ഷരം പഠിച്ചത്? ചീത്ത പറയാനും കുറ്റപ്പെടുത്താനുമാണ് അക്ഷരം പഠിച്ചത്? ഇതൊന്നും ഇല്ലാതെ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ത് വേണം? ആശയവിനിമയം സോഫ്റ്റനാവണം. എങ്ങനെയാണ് സോഫ്റ്റനാവുക? ചപ്പാത്തി സോഫ്റ്റനാക്കാനും ഇഡ്ഡലി സോഫ്റ്റനാക്കാനും പല സൂത്രവും നിങ്ങൾക്കറിയാലോ. ബന്ധങ്ങൾ സോഫ്റ്റനാക്കാനുള്ള സൂത്രം എന്താ? സോഫ്റ്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കൂ. SOFTEN. ഇതിനെല്ലാം ഓരോ അക്ഷരത്തിനും ഒരു വാക്ക് ഞാൻ പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തും. യെസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക എന്നാണ്. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്. പക്ഷിമൃഗാദികൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും പ്രഭാതവും പൂക്കളുമാണ് ഭൂമിദേവിയുടെ ആഭരണങ്ങൾ. അത് കാണാറുണ്ടോ നിങ്ങൾ? ജോയ് ആലുക്കാസിലും കുഞ്ഞിക്കണ്ണലിലും പോയിട്ട് ആഭരണങ്ങൾ കാണും. ഭൂമിയുടെ ആഭരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുലരിയും പൂവും പൈതലും ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ. പിഞ്ചു ഹൃദയം ദേവാലയം മണിക്കൊഞ്ചലാക്കോവിൽ മണിനാദം എന്ന പാട്ട് കേട്ടിട്ടുണ്ട്. പുഞ്ചിരിക്കുക, പുഞ്ചിരിക്കുക. കഴിഞ്ഞ ഒക്ടോബർ 31 എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം ഒക്ടോബർ 1 പ്രത്യേകത വയോജന ദിനമാണ്. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചു. നോക്കുമ്പോൾ സ്കൂളുകാർ പ്രതീക്ഷിക്കാത്ത അത്രയും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാരും വന്നു. കാരണം ഇവർക്കൊന്നും സ്കൂളിൽ പോകാൻ ഒരു ചാൻസ് കിട്ടാത്തതല്ലേ, കിട്ടിയ ചാൻസിന് വന്നു. രക്ഷിതാക്കളെ വിളിച്ചാൽ ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും രണ്ടാളുടെ പേരും. ഇത് പല വീട്ടിൽ നിന്നും 4 ആൾ വന്നു. കാരണം അച്ഛൻ ഉണ്ടാവും, അച്ഛൻ അമ്മയുണ്ടാവും, അമ്മക്ക് അച്ഛനുണ്ടാവും, അമ്മക്ക് അമ്മയുണ്ടാവും. 4 ടീം ഉണ്ടാവുമല്ലോ. ഇരിക്കാൻ സ്ഥലമില്ല. അവിടെ പ്രസംഗം തുടങ്ങി. ഹെഡ് ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു, മക്കളെ ഇതാ ഇവിടെ ഇരിക്കുന്ന ഇവരെ കണ്ടോ, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. എന്നിട്ട് ടീച്ചർ സ്ഥിരം പറയുന്നൊരു ഉദാഹരണം, ക്ലീശ ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിലെയും ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് ഓർക്കണം, അതുകൊണ്ട് ചിരിക്കാവോ? അപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞില്ല. അന്നേരം ഒരു കുട്ടി എണീറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം, എന്താണ്? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടിരുന്നാ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ല. സ്മൈൽ, പുഞ്ചിരിക്കൂ. ഓ ഓപ്പൺ ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ, ഹൃദയം തുറന്ന് പാടൂ, ഹൃദയം തുറന്ന് പറയൂ. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ റിസർവ് ചെയ്തിട്ടുള്ള ഇരിപ്പും വർത്തമാനവും നമ്മുടെ കുട്ടികളെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു. നിങ്ങളുടെ ഹൃദയം തുറന്നിരുന്നാൽ അവരുടെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അങ്ങനെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുമ്പോൾ എന്താവും? ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുമ്പോൾ എന്താവും? നിങ്ങളുടെ ചങ്കിൽ അവരും, അവരുടെ ചങ്കിൽ നിങ്ങളും ഉണ്ടാവും. അങ്ങനെ ചങ്കുകളാവും. നിങ്ങൾ ഹൃദയം തുറന്നില്ലെങ്കിൽ അവർ പുറത്തുള്ള ചങ്കുകളെ നോക്കി. ആ ചങ്കുകളാണ് പിന്നീട് പല വൃത്തികെട്ട സംഘങ്ങളുമായി മാറുന്നത്. നിങ്ങൾ വീടൊരു ചങ്കാവും. ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ.
വട്ടത്തിലിരിക്കും. അതാണ്. ടി വി പൂട്ടും, മൊബൈൽ വെള്ളം മാറ്റിവെക്കും. ഭക്ഷണം കഴിക്കുമ്പം വരെ ഇതും തുറന്ന് വെച്ചിട്ട് ഇടത്തേക്ക് മൊബൈലും വെച്ച് തിന്നുന്ന സ്വഭാവമില്ലേ? അത് നല്ലതല്ല. ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ, തിന്നല് അല്ലേ? ടി വി കാണുമ്പോൾ ഇതല്ലാണ്ട് കുഞ്ഞിന്റെ മാഷ് ഒരു കവിതയുണ്ട്: വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിനാ. വായിലേക്കുള്ള വഴി കൈക്ക് പാടാം. അപ്പൊ ടി വി കണ്ടോണ്ട് അതങ്ങ് നടക്കൂ. അതിൻ്റെ ഇടയിൽ കൂറ വീണിട്ടുണ്ടെങ്കിൽ മുളകാന്ന് വിചാരിച്ച് ചാരിച്ച് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് കണ്ണിൽ വട്ടത്തിൽ ഇരുന്നിട്ട് ചങ്ക് തുറക്കും. ഓപ്പൺ ഹേർട്ട്. ചങ്ക് തുറക്കാൻ കഴിയാത്തവരുടെ ഹൃദയം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് തുറക്കേണ്ടി വരും കേട്ടോ, തുറക്കേണ്ടി വരും. സാധാരണ ഞാൻ സദസ്സിൽ നോക്കിയിട്ട് എനിക്ക് വിളിച്ച സദസ്സിൽ ആരെയും ഇപ്പൊ കാണുന്നില്ല. ഞാൻ എന്തെങ്കിലും രസവും തമാശയോ പറയുമ്പോൾ ചിരിക്കാണ്ടിരിക്കുന്ന ആളുടെ എണ്ണം എടുക്കും. ഞാൻ ചിരിക്കാത്ത ഇപ്പൊ ഇവിടെ എണ്ണ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ ആരും കാണുന്നില്ല. എണ്ണെടുക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും 13 ആള് അനങ്ങുന്നില്ല, മസിൽ പിടിക്കുക, നാളെ തന്നെ പോയിട്ട് അവരോട് ECG എടുക്കാൻ പറയും. എന്തോ ബ്ലോക്ക് ഉണ്ടാവും. ചങ്ക് തുറക്കാതിരുന്ന ബ്ലോക്ക് ആവുന്നു. ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. അഹന്ത വേണ്ട. മാങ്ങ കൂടുമ്പം മാവിന്റെ കൊമ്പ് താഴോട്ട് താഴുക, മേലോട്ട് വരികയല്ല. അറിവും സമ്പത്തും കൂടുമ്പോ അഹന്ത കൂടുന്നുണ്ടെങ്കിൽ അതിനെന്തോ തകരാറുണ്ട്. നമ്മൾ മുന്നോട്ട് കുനിയ, പരാതി കൊടുക്കുക, സ്റ്റേഷനിൽ പോയി SI നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണ്ട. എന്താ മോനെ, നമ്മുടെ കുട്ടിയിലേക്ക്, ഞാനിപ്പോ എൻ്റെ വീട്ടിലൊരു കുട്ടി വന്നാൽ, ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ, കുനിയൂല, വാമോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിയ കുട്ടീനെ എടുക്കാൻ പറ്റും. ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരും. മുന്നോട്ട് കുനിയൂ, അഹന്ത വേണ്ട. മക്കളോട് എന്തിന്? നമ്മളെ മക്കളല്ലേ, എന്തിന്? ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ കുട്ടി ഭയങ്കര ശാഠ്യം കരച്ചു. കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞ് മിഠായി വാങ്ങി കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങി കൊടുത്തു. പിന്നെയും കുട്ടി കരച്ചൽ തുടരുന്നു. അപ്പൊ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങി കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ കൂടെ നടക്കുന്നുണ്ട്. അയാൾക്ക് ദേഷ്യം വന്നു. ഇയാളോട് പറഞ്ഞു, നിങ്ങളൊരു അപാര ക്ഷമ തന്നെ, ഞാനങ്ങാറ്റാണെങ്കിൽ ഇനി എന്തോ ചെയ്തു പോകും. എന്നിട്ട് കുട്ടിയോട് കൂടെ നടക്കുന്ന ആൾ പറഞ്ഞു, എന്താ മാധവ, നിനക്ക് വേണ്ടി എല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ കരച്ചൽ നിർത്താത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, കുട്ടീന്റെ പേര് മാധവൻ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്ന? ആരാ മാധവൻ? അപ്പൊ അയാൾ പറയും, മാധവൻ ഞാൻ തന്നെയാ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. അവനവനോട് അടങ്ങ് മാധവ എന്ന് പറ. ഫോർവേഡ് ലീൻ. അടുത്തത് ടച്ച്, തൊടണം. നമ്മുടെ ശരീരത്തിലെ അനുഭൂതിയും നിർവൃതിയും ഒക്കെ എവിടെയാ പുറത്തേക്ക് വരുന്നത്? മനസ്സിന്റെ മതിലിൽ. ഏതാ മനസ്സിന്റെ മതില്? നമ്മുടെ ത്വക്കാണ്. അവിടെയാ രോമാഞ്ചം ഉണ്ടാവുക. രോമമില്ല, തോലാഞ്ചം ഉണ്ടാവും. ഈ രോമാഞ്ചം ഉണ്ടാകുന്ന ആ ത്വക്കിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ല. തൊടണം. ക്ഷയിക്കാൻ മാത്രം പോരാ, ചേർത്ത് പിടിക്കണം. വേണ്ടേ? വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് അൽഫാമും കിൻഡർ ജോയിയും ഡയറി മിൽക്കും കിറ്റ്കാറ്റുമായി കൊണ്ടു കൊടുക്കലാന്ന. വത്സം എന്ന വാക്കിന് സംസ്കൃതത്തിൽ നെഞ്ച് എന്നർത്ഥം. വാത്സല്യം എന്ന വാക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതാണ് വാത്സല്യം. ചേർത്ത് പിടിക്കും മക്കളെ മാത്രമല്ല, മുതിർന്ന പൗരന്മാർക്ക് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല മരുന്ന് എല്ലാം കൊണ്ടു കൊടുത്താൽ പോരാ. പ്രായമുള്ള മനുഷ്യരുടെ അടുത്തിരിക്കാനും അവരുടെ കാലെടുത്തൊന്ന് മടിയിൽ വെക്കാനും അവരുടെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കാനും പറ്റുമോ? അതാണ് അവർക്ക് വേണ്ടത്. അതാണ് അവരുടെ സ്പർശം. അവരുടെ ഹൃദയത്തിൽ തൊടാൻ അവരുടെ ത്വക്കിൽ സ്പർശിച്ചാൽ മതി, അവരെ ചേർത്ത് പിടിച്ചാൽ മതി. തൊടണം. മക്കളെ തൊടണം. അമ്മയും അച്ഛനും തമ്മിൽ തൊടണം. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും തൊട്ടിരുന്ന് വർത്താനം പറയാറുണ്ടോ? പ്രേമിക്കാറുണ്ടോ? പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള തരികിടിയാണെന്ന് വിചാരിച്ചത്. മക്കളുടെ മുന്നിൽ പ്രണയത്തോടുകൂടി സംസാരിക്കുന്ന അച്ഛനെ അമ്മയെ കാണുന്നതിന് മക്കൾക്ക് അത് അഭിമാനമാണ്, അവർക്ക് സന്തോഷമാണ്. പരസ്പര പ്രണയബദ്ധരായി ബഹുമാനത്തോടുകൂടി ജീവിക്കുന്ന അച്ഛനമ്മമാരുടെ വീട്ടിലെ കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാകുന്ന പറയുന്നു. ഇത് അമ്മേൻ്റെ അടുത്ത് ചുമലൊന്ന് കൈവച്ചു നോക്കേണ്ട അച്ഛൻ. നിങ്ങളെന്നാ കളിക്കുന്ന പിള്ളേർ കാണുമ്പോൾ ചീത്ത പറയാ, ചട്ടിയും കലവും തല്ലി പൊളിക്കാം. അതിനൊന്നും ഒരു നാണമില്ല. പ്രേമിക്കാൻ നാണം എന്തിനെ? കുട്ടിയൊക്കെ അറിയാലോ അച്ഛനും അമ്മയും വിവാഹിതരാണെന്ന്. അതുകൊണ്ട് ചേർന്നിരിക്കൂ, തൊട്ട് ഇരിക്കൂ.
പ്രേമം എന്ന് പറയുന്നത് കല്യാണം വരെയുള്ള തരികിടയല്ല, മരണം വരെ. ഞാൻ ഇന്നലെ മനോഹരമായ ഒരു കവിത സുനിൽ പി ഇളയിടം പാടുന്ന ഒരു കവിത കേട്ടു. വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരേ ഒരു കവിതയാണ് ഊഞ്ഞാൽ. ഒരു വെറ്റില 100 തേച്ചുണ്ണി തന്നേക്കാം, ഈ തിരുവാതിരരാവ് താമ്പൂലപ്രിയയല്ലോ. പ്രായമുള്ളവരെല്ലാം ഈ കവിതയൊന്ന് വായിച്ചാട്ടെ, ജീവിതത്തിന്റെ അർത്ഥം കിട്ടും. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെ ദിവസം 100 പ്രാവശ്യം ഐ ലവ് യു എന്നയക്കും മൊബൈലിൽ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരും ചീത്തയൊന്നും പറയില്ലല്ലോ. എന്നിട്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഐ ലൈക്ക് യു എന്നോ ഐ ലവ് യു എന്നോ ഒരു നേരം പറയലുണ്ടോ? എന്താ പറയാത്ത? ഞാൻ കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, എന്താ കല്യാണം കഴിഞ്ഞിട്ട് ഐ ലവ് യു പറയാത്തതെന്ന്. അപ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറയാം, എന്താ കല്യാണം കഴിഞ്ഞ ഐ ലവ് യു പറയാത്തതെന്ന് അറിയോ നിങ്ങൾ? എന്താ, എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ്. അപ്പൊ ഇത് എലക്ഷന്റെ തട്ടിപ്പായി ഇതല്ലേ ഈ ഐ ലവ് യു? ടച്ച്, ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുക, ശരീരത്തിൽ തൊട്ട് സംസാരിക്കുക, തൊടുക. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. കണ്ണിന്റെ പ്രതീക്ഷകളും ദൈന്യതകളും ആർദ്രതകളും സ്വപ്നങ്ങളും എല്ലാം കാണണം മക്കളും അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും പരസ്പരം. ആ കണ്ണിൽ നോക്കി വർത്തമാനം പറയും. ആ കണ്ണാണ് നമ്മുടെ ആധാർ കാർഡിൽ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ കുവൈറ്റ് പോകുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് കണ്ണിന്റെ ഫോട്ടോ എടുത്തു. തിരിച്ചു വരുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു. അവർക്ക് പാസ്പോർട്ടിനേക്കാൾ വില ഈ കണ്ണാണ്. നമ്മളെ കണ്ണ് പോലെ വേറെ ആയിരിക്കും ഉണ്ടാവില്ല. അവിടെ ഇറങ്ങുമ്പോൾ കയറുമ്പോൾ എടുത്തു. ആ കണ്ണിന്റെ പേരിൽ എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. അക്ഷി എന്ന് അവസാനിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, അല്ലേ? അംബുജാക്ഷൻ, കമലാക്ഷൻ, പങ്കജാക്ഷൻ ആണുങ്ങൾക്കുണ്ട്. മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷി. വിശാലാക്ഷി, എൻ്റെ നാട്ടിൽ 7 വിശാലാക്ഷിയുണ്ട്. വിശാലമായ വലിയ കണ്ണുള്ളവൾ. സുന്ദരിമാരുടെ കണ്ണ് വലുതായിരിക്കുന്നു, അതുകൊണ്ട് ആ സൗന്ദര്യ സങ്കല്പത്തിൽ വിശാലാക്ഷി എന്ന് പറയുന്നു. നേരെ മറിച്ചിട്ട് ആണുങ്ങളെ കണ്ണ് സുന്ദരിയാണെങ്കിൽ ചെറിയ കണ്ണായിരിക്കണം, അതുകൊണ്ട് ആണുങ്ങളെ വിളിച്ച് കുഞ്ഞിക്കണ്ണെന്ന്, പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്നും ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന്. കണ്ണിന്റെ വലിപ്പം ഒരു തമാശ കളിയല്ല. 2024 ഏറ്റവും കൂടുതൽ ആളുകൾ പത്രത്തിലും ചാനലിലും വായിച്ച വാർത്ത ഏതെന്ന് സർവേ നടത്തിയപ്പോൾ കണ്ടത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ ഒരു കണ്ണിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ട് അറിയോ? മഞ്ജു വാര്യരുടെ കണ്ണിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവന്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയത്. ആ കാര്യം ഭാവന പോയിട്ട് മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഭാവനെ ഇടങ്ങാറാക്കിയത്. അതിന്റെ പേരിലല്ലേ ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയത്. അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നേരല്ലേ പല നടന്മാരുടെയും വൃത്തികേടുകൾ പുറത്തറിഞ്ഞ്. ഞാൻ പറഞ്ഞു വന്ന് കണ്ണൊരു തമാശ കളിയല്ല. കണ്ണിൽ നോക്കി സംസാരിക്കൂ. നിങ്ങളുടെ കണ്ണ് എന്നിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്, അതിൽ നിന്ന് ഊർജം കിട്ടിയിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്, തലകുലുക്കുക. നമ്മുടെ കുടുംബങ്ങൾ ജനാധിപത്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ജനാധിപത്യം എന്ന് പറയുന്നത് മുനിസിപ്പൽ കൗൺസിലറെയും MLA യും MP യെയും വോട്ട് ചെയ്യുന്നത് മാത്രമല്ല ജനാധിപത്യം. മനുഷ്യരും കുടുംബാംഗങ്ങളും അയൽവാസികളും സുഹൃത്തുക്കളും എല്ലാം തൊഴിൽ ചെയ്യുന്നവരെല്ലാം ഒത്തുചേരാനുള്ള രസതന്ത്രത്തെയാണ് ജനാധിപത്യം എന്ന് പറയുക. ടീമാവണം, ഒത്തുചേരണം. ആ ഒത്തുചേരണമെങ്കിൽ ഞാൻ മാത്രമല്ല നീ പറയുന്നതും ശരിയെന്ന് അംഗീകരിക്കണം. അത് മക്കളാണെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള ബോഡി ലാംഗ്വേജ് ആണ് നോഡിങ്, തലകുലിക്കണം. ആ ശരിയാ. ഈഗോ വേണ്ട. മറ്റുള്ളവർ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാനും അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന്റെ ബോഡി ലാംഗ്വേജ് ആണ് തലകുലിക്കൽ. നിങ്ങളുടെ വീട് ജനാധിപത്യപൂർണ്ണമാക്കണം. ഡെമോക്രസി കുട്ടികളെ പഠിപ്പിക്കുന്നത് കുടുംബത്തിൽ പരസ്പരം അച്ഛൻ അമ്മയോട് കാണിക്കുന്ന ബഹുമാനത്തിലൂടെയാണ്. പ്രതിപക്ഷ ബഹുമാനവും മറ്റൊക്കെ കുട്ടികൾ പഠിക്കുന്നത്. പല വീട്ടിലും അച്ഛൻ ഏകാധിപതി, അമ്മ അടിമ. അതാണ് പല വീട്ടിലും. എന്തൊരു ഈ 21ാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള വീടുകളുണ്ടോ? തന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും വിട്ടിട്ട് ഒരു താലി കെട്ടിയ ബന്ധത്തിന് ഒരു പരിചയമില്ലാത്ത ഒരുത്തന്റെ വീട്ടിൽ ഇതുവരെ കണ്ടിട്ട് വരെ ഉണ്ടാവില്ല. പെണ്ണിന്റെ വീട് കാണാണ്ട് ഒരാണും കല്യാണം കഴിക്കോ? ആ വീട്ടിലാവുമ്പോ താമസം എപ്പെന്നും കയറി ചെല്ലുന്ന വീട് എന്തായാലും കല്യാണത്തിന് മുമ്പ് കാണും. ഭാര്യ വീട്ടിൽ പോയി നിൽക്കുവോ? ഭാര്യാഗൃഹേ പരമസുഖേ 10 ദിനേ പട്ടി സമയം എന്നൊരു ചൊല്ലുള്ളതുകൊണ്ട് പോവില്ല. ചില ആൾ പോകും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഭാര്യ വീട്ടിൽ അങ്ങനെയൊന്നും പോവില്ല. മാസത്തിൽ 2 പ്രാവശ്യം പോവും. പോയാൽ ഒരു 15 ദിവസം അവിടെ എത്തും. അത് സ്ഥിരം അവിടെ തന്നെയാന്ന് പറയാൻ പഠിച്ചിട്ട്. എന്നാൽ ആ വീട് കാണാണ്ട് ഒരൊറ്റയാളും കല്യാണം കഴിക്കില്ല. എന്നാൽ താൻ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്ന വീട് കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിന് കാണാൻ ചാൻസ് കൊടുക്കുന്നുണ്ടോ?
എന്ത് ന്യായമാണിത്? അവളല്ലേ ആ വീട്ടിൽ താമസിക്കേണ്ടത്? കല്യാണത്തിന് മുമ്പ് ആ വീടൊന്ന് കാണിക്കണ്ടേ അവളെ? സ്ത്രീ ശാക്തീകരണം പറഞ്ഞു നടന്നാൽ മതിയോ? പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണ്ടേ? എന്നിട്ട് അവിടെ പോയിട്ട് സ്വന്തം അച്ഛനെയും അമ്മേനെയും കാണാണ്ട് ഈ വീട്ടിൽ പോയിട്ട് ഇത്രയും കാലം ജീവിച്ചിട്ട് ഓളെ അടിമയെ പോലെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ക്രൂരന്മാരാണ് ഭർത്താക്കന്മാരെ. അവൾ അവിടെ വന്ന് താമസിക്കുന്നില്ലേ? അവൾ നിങ്ങളുടെ മക്കളെ പെറ്റുപോറ്റി വളർത്തിയില്ലേ? നിങ്ങൾ നിക്ഷേപിച്ചിട്ട് അങ്ങ് പോയിട്ടല്ലേ ഉള്ളൂ. 10 മാസം ചുമന്ന് നടന്ന ഇവളല്ലേ? ആ പ്രസവിച്ച വേദന അറിഞ്ഞവളല്ലേ? പ്രസവിച്ച ആ കുട്ടീനെ വളർത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് കണ്ടെങ്കിൽ പിന്നെ ഒരു സ്ത്രീയോട് ഒരു തെറ്റായ ഒരു വാക്കൊരാൾ പറയില്ല. ആ കുട്ടീനെ ഉറക്കാൻ വേണ്ടി പോകുമ്പോ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടിൽ പോലും എന്ത് സൗന്ദര്യമാണ്. ഉറക്കുപാട്ടുകളിലെ സ്വനശാസ്ത്രം അറിയുമോ? മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ MA പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ട്. ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്വനശാസ്ത്രം, ഒരു പേപ്പറാണ്. എന്നാൽ ഒരു സ്വനശാസ്ത്രവും പഠിക്കാത്ത അമ്മമാർക്കറിയാം സ്വനശാസ്ത്രം. താരാട്ടുപാട്ട് പാടുമ്പോ സ്വരാക്ഷരം മാത്രം പാടിയാൽ ഈ കുട്ടിക്ക് വ്യഞ്ജനം കിട്ടൂല. ഈ ഊന്ന് മാത്രം പാടിയാൽ പോരാ. പക്ഷെ വ്യഞ്ജനം കാന്ന് താരാട്ടുപാട്ട് പാടിയ ഇതിന്റെ പരിക്ക ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങൂല. അതുകൊണ്ട് സ്വരവും പറ്റൂല, വ്യഞ്ജനവും പറ്റൂല. അതിന്റെ മധ്യത്തിലെ 4 അക്ഷരം ഉപയോഗിച്ചിട്ടാ താരാട്ടുപാട്ട്. യാരാലാവാ ആരും പഠിപ്പിച്ച വാവി വാവും വാവു. എന്നിട്ട് ആ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നുണ്ണിക്കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങ്, മൂലോകം മുഴുവൻ ഉറങ്ങ്. വീട്ടുകാരുറങ്ങിയാൽ പോരാ, 3 ലോകവും ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥമതിയാകും ഒരമ്മ തന്റെ കുട്ടിക്ക് വേണ്ടി. ആ കുട്ടിയെ കൊണ്ടേ കിടത്തുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ടോ? ഒരു കൈമ കുട്ടീൻ്റെ എടുത്ത് മുട്ടുകുത്തിയാടെ ഇരുന്നൊരു പായെടുത്തെടുത്ത് ഒരു തുണിയെടുത്തിട്ട് ആ കുട്ടീനെ ആടെ നല്ല കിടത്തിയിട്ട് ചന്തിൻ്റെ അടിയിൽ നിന്ന് കൈ വലിക്കുന്ന സ്ലോ മോഷൻ കണ്ടില്ല? പുലിമുരുക സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ. എന്നിട്ട് ഒരു പുതപ്പെടുത്തിട്ട് തുടക്ക 2 മുട്ടും മുട്ടി എണീറ്റ് മുട്ടും കുത്തി എണീറ്റ് മുടിയും കെട്ടി പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടപ്പാ എൻ്റെ കുഞ്ഞുമോൾ ഉറക്ക് തെളിയുന്നുണ്ടാവോളി എന്നുള്ള ഒരു അര സംശയത്തോടെ ഒരു തിരിഞ്ഞു നോട്ടം. ആ തിരിഞ്ഞു നോട്ടത്തിന്റെ ചാരുത ഒരു ഐശ്വര്യ റോയിന്റെ ചിരിക്കും കാണാൻ പറ്റില്ല. അത് കാണാൻ പറ്റുന്നില്ല. ഈ കുട്ടിയുടെ അച്ഛന് എന്ത് കൊച്ചൻ, മനസ്സിലായോ? എന്തൊരു സൗന്ദര്യമാണത്. അങ്ങനെ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിന്റെ പാട്ട് നമുക്കിഷ്ടമാണെങ്കിലും കുയിലിനോട് ശകാരിക്കും, അമ്മ കുയില് നിന്റെ പാട്ടിന്റെ വോളിയം കുറക്ക്. നിലാവളിച്ച നമുക്കിഷ്ടമാണ്. ജാലകപ്പഴുതിലൂടെ നിലാവിന്റെ ശിശിരരശ്മികൾ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവള അമ്മ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് മാത്രമല്ല അവൾ പാടുക. മറ്റുള്ളവരോടല്ല, സ്വന്തം ഹൃദയത്തോട് ആജ്ഞാപിക്കും. എൻ്റെ നെഞ്ച് ചേർന്നിട്ട് എൻ്റെ പുന്നാര കിടക്കുമ്പോ ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഇതാണ് അമ്മ. ആ മഹത്വത്തെ ആദരിക്കാത്ത അടിമയാക്കി വെച്ചിരിക്കുന്ന വീട് എന്തൊരു നരകമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ സ്വപ്നങ്ങൾ അലങ്കരിക്കണമോ? നിങ്ങളുടെ വീട്ടിൽ മാതൃത്വത്തെ സ്ത്രീത്വത്തെ ബഹുമാനിച്ച് അവരുമായിട്ടുള്ള അവരുടെ പേഴ്സണാലിറ്റിക്ക് അംഗീകാരം കൊടുക്കും. അത്തരത്തിൽ നല്ല കുടുംബ ബന്ധങ്ങളിലൂടെ, നല്ല അയൽപ്പക്ക ബന്ധങ്ങളിലൂടെ, നല്ല നാട്ടുബന്ധങ്ങളിലൂടെ, നല്ല ചിന്തയിലൂടെ, നല്ല കമ്മ്യൂണിക്കേഷൻ. ചിന്ത, കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തത് അധ്വാനം, പണിയെടുക്കണം. അധ്വാനിക്കാൻ മടിയന്മാരാവരുത്. ഒരു പക്ഷി മൃഗാദികളും എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നേക്ക് വെക്കൂല. നമ്മളോ പലരും ഉണ്ടാ തീരുമാനിച്ചിട്ട് ജനുവരി 1 എന്നിട്ട് തോട്ടങ്ങ ഒരു ചുക്കും നടന്നിട്ടുണ്ടാവില്ല. ജനുവരി 1 മുതൽ പിന്നേക്ക് മാറ്റിവെക്കുന്ന വിഡ്ഢികളാണ് മനുഷ്യർ.
ചെയ്യാനുള്ള കാര്യം തോന്നുമ്പോൾ അപ്പം തന്നെ ചെയ്ത് തീർത്തേക്കണം. മടിയന്മാരാവരുത്. എനർജറ്റിക് ആവുക, അധ്വാനിക്കുക. നാലാമത്തത് പങ്കുവെക്കുക, സ്നേഹിക്കുക. എടുക്കലല്ല, കൊടുക്കല മനുഷ്യൻ. 75 വയസ്സുള്ള ഒരു മനുഷ്യന്റെ അനുശോചന യോഗത്തിൽ ഇദ്ദേഹം 75 വയസ്സിനിടയിൽ 50 കിലോന്റെ 250 ചാക്കരി തിന്നിട്ടാ മരിച്ചെന്ന് ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? ഒരു മലയാളി 75 വയസ്സിനിടയിൽ 250 ചാക്ക് 50 കിലോന്റെ ചാക്ക് തിന്നും. അത്രയും തിന്നും നമ്മൾ. അത് സാധാരണ തിന്നുന്നയാ പറഞ്ഞു, അതിൽ കൂടുതൽ തിന്നവരുടെ എണ്ണം കൂട്ടിക്കോ. എന്നാൽ അന്ന് കോവിഡ് വന്നപ്പോ ആ കമ്മ്യൂണിറ്റി കിച്ചണിൽ 5 ചാക്ക് അരി കൊടുത്തയാളാണെന്ന് പറയും. എടുത്തതാരും പറയാറില്ല, കൊടുത്തത് പറയും. തേന തെക്തേന ഭുഞ്ചീതാ. ഈശാവാസ ഉപനിഷത്തിന്റെ അവസാന 4ാമത്തെ വരി, തേന തെക്തേന ഭുഞ്ചീതാ, നീ കൊടുത്തിട്ട് ഭുജിക്കുക. ഭഗവത്ഗീതയിലെ വരി, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്തു കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. അതുകൊണ്ട് പങ്കുവെക്കുക, സഹായിക്കുക. അവസാനത്തത് സൂക്ഷിച്ചു വെക്കുക, ധൂർത്തടിക്കരുത്. നമ്മുടെ സമ്പത്തൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ പ്രകൃതി നമ്മുടെ സ്വന്തമല്ല. അത് കഴിഞ്ഞ തലമുറ നമുക്ക് തന്നതാണ്, അടുത്ത തലമുറക്ക് കൊടുക്കണം. ജനുവരി എന്നെങ്ങനെയാ പേര് വന്ന പുതുവർഷത്തിന്? ഗ്രീക്ക് ദേവതയായ ജാനോസിന്റെ പേരിലാ ജനുവരി. ജാനോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് എൻട്രൻസ്, പ്രവേശനദ്വാര ദൈവമാണ് ജാനോസ്. അതുകൊണ്ട് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനുവരി എന്ന് പേരും. പക്ഷെ ജാനോസ് ദേവതയ്ക്ക് 2 തലയുണ്ട്, പിറകോട്ടും മുന്നോട്ടും. മനുഷ്യന് മാത്രമേ പിറകോട്ട് നോക്കാൻ പറ്റൂ. പക്ഷിമൃഗാദികൾക്ക് ഓർമ്മകളില്ല. അതിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ആരാന്ന് ചോദിച്ചാൽ, ഈ രാജ്യം ഭരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവനറിയില്ല. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന അവസ്ഥയുണ്ടാകൂ. വിളക്കുമരമേ വെളിച്ചമുണ്ടോ? നമ്മുടെ മുന്നിലും ഉള്ളിലും നടന്നിരിക്കുന്ന നായകന്മാർ, നേതാക്കർ, ഫിലോസഫർമാർ, ഗുരുജനങ്ങൾ, തത്വശാസ്ത്രജ്ഞന്മാർ, അവരിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് മുന്നോട്ട് പോകണം. പിന്നോട്ടും മുന്നോട്ടും തലയുള്ള ജീവിയാ മനുഷ്യൻ. നമുക്ക് കടന്നു വന്ന വഴികൾ അറിയണം. അതാണ് ജാനോസ് ദേവത. കഴിഞ്ഞ വർഷങ്ങൾ ഓർമ്മിക്കണം, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അത്തരത്തിൽ ഭാവി ഉണ്ടാകാൻ സൂക്ഷിച്ചു വെക്കണം, ഭൂതത്തിൽ നിന്ന് എടുക്കണം. പോയ കാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. അത്തരത്തിൽ ഒരു പുതിയ മനുഷ്യനാവാൻ നമ്മുടെ എല്ലാ ഈഗോവും കളഞ്ഞിട്ട്, ഒരു വൈറസ്, കൊച്ചു വൈറസ്, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുന്ന ഒരു വൈറസ് വിചാരിച്ചിട്ട് 2 കൊല്ലം നമ്മളെ ഏത് പ്രസിഡന്റ് ആയാലും ഏത് പൈസക്കാരനായാലും വീട്ടിന്റെ അകത്ത് കുടുക്കി കിടത്തിയില്ലേ, ലോക്ക്ഡൗൺ ആക്കിയില്ലേ? എന്തിനു പിന്നെ ഈ അഹന്ത? നമുക്ക് ഒത്തൊരുമിക്കാം, ഈ ലോകത്ത് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കാം. 45,000 ആളുകളെ ഇന്നലേക്ക് കൊന്നു പശ്ചിമേഷ്യയിൽ യുദ്ധത്തിലൂടെ. എന്തിനാണിത്? ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം കൊല്ലാനാണെങ്കിൽ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് കടുവകൾ കൊല്ലാറുണ്ട്, പുലി കൊല്ലാറുണ്ട്. പിന്നെ എന്തിനാ മനുഷ്യനായത്? അക്ഷരങ്ങൾ കണ്ടെത്തിയത് വെറുക്കാനും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യാനുമാണോ? സ്നേഹിക്കാനാണ്, സഹായിക്കാനാണ് ഭാഷയുണ്ടായത്, മനുഷ്യന് ഹൃദയമുണ്ടായത്. അത്തരത്തിലുള്ള സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും വികാസത്തിന്റെയും സൗന്ദര്യബോധത്തിന്റെയും ചിന്തയുടെയും ലോകം വളർത്തിയെടുക്കാൻ ഈ പാതിരിപ്പറമ്പ് റെസിഡൻസ് അസോസിയേഷൻ നിങ്ങൾക്ക് കരുത്തു തരട്ടെ. അതിന് ഈ വാർഷികം പ്രേരകമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ സംഘാടകരോടും, വൈകിയെത്തിയിട്ടും ഇപ്പൊ തന്നെ സമയം 9:65 വൈകിയെത്തിയിട്ടും 9:65 എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കുകയും ഇത്ര നേരം ഈ തണുപ്പത്തും കേട്ടിരിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്നു. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ്. ആദിമകാലത്തെ നമ്മുടെ കാട്ടാളന്മാരുടെ ചരിത്രം മുതൽ അവർക്ക് എങ്ങനെയാണ് അറിവുണ്ടായത് എന്ന് മുതൽ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ്റെ ജീവിത രീതിയും നമ്മുടെ ഈ സമൂഹത്തിൽ നടമാടുന്ന
എല്ലാ കാര്യങ്ങളും, എല്ലാ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഇത്രമാത്രം ഹാസ്യാത്മകമായി താളാത്മകമായി അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കഴിവ് അത് പറയാൻ വാക്കുകൾക്ക് അതീതമാണ്. പാട്ടുപാടിയും കവിത ചൊല്ലിയും ഇത്ര അനർഗളമായ ആ വാക്കുചാതിരിക്ക് മുന്നിൽ എനിക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കാൻ എനിക്കറിയാം. നിങ്ങളെല്ലാവരും തന്നെ ഇതിൽ അലിഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. കേട്ടാലും മതിയാവാത്ത അദ്ദേഹത്തിന് ഈ വാക്ചാതുര്യത്തിന് ഞാൻ എൻ്റെയും ഈ PRAയുടെ കുടുംബാംഗങ്ങളുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.